ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, അത് യേശുവിൻ്റെ നാമമാണ്. സ്തോത്രം. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. ഒരു അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു സാക്ഷി നമ്മൾ കേൾക്കുവാനിടയായി. പ്രിയ സഹോദരിയുടെ ജീവിതത്തിനകത്ത്, കുടുംബത്തിനകത്ത് ദൈവം ചെയ്ത നല്ല സാക്ഷ്യങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുന്നതാണ്. പലപ്പോഴും പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരുന്നവരോട് ചോദിച്ചാൽ അവർക്ക് നൂറുകണക്കിന് അനുഭവങ്ങൾ പറയുവാനായിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും എൻ്റെ അനുഭവങ്ങളിലോട്ട് പോയാലും സമയം നമുക്ക് തീരെ എത്താൻ പറ്റില്ല. എങ്കിലും ഞാൻ മുഖവുര പറഞ്ഞ് സമയം മുന്നോട്ട് കളയാതെ എന്നെ ഏൽപ്പിച്ച ഒരു ദൈവമാണ് ചിന്ത. ഈ യോഗത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിനകത്ത് കടന്നു വന്ന ഒരു വാക്യം. ഇന്നും ഒരുപാട് സമയം ഞാൻ അതിനു മുമ്പിൽ പ്രാർത്ഥിപ്പാനും ജാഗരിപ്പാനും ഒക്കെ കർത്താവ് ഇടയാക്കി. ഈ യോഗത്തിൻ്റെ ക്ഷണനം കിട്ടി അന്നു മുതൽ എൻ്റെ ഹൃദയത്തിനകത്ത് ഓടി വന്നൊരു വചനമാണ്. ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നത് വളരെ സന്തോഷമാണ്. കരങ്ങൾ ഉയർത്തി വന്ന് ദൈവത്തിന് സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. നമ്മുടെ ദൈവം നല്ല ദൈവമാണ്. സ്തോത്രം. എൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു തലക്കെട്ടിൻ്റെ ഒരു ഭാഗം പ്രിയ കർത്താവിൻ്റെ ദാസൻ തൻ്റെ സ്വാഗത പ്രസംഗത്തിനകത്ത് പറയാനിടയായി. ഇത് ഒരു നിയോഗമാണ്, ദൈവനിയോഗമാണ്. സ്തോത്രം. ഒന്ന്, ഇത് ദൈവനിയോഗമാണ്. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന വിഷയം മഹാനിയോഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്തോത്രം. അവസാനത്തെ വാക്കുകൾ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ താൻ പറഞ്ഞ അവസാന വാക്കുകളാണ് ഇന്ന് രാത്രി എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. സ്തോത്ര. പ്രിയ ദൈവദാസൻ പറഞ്ഞു ഇതൊരു ദൈവനിയോഗവും അപ്പോൾ തന്നെ ഇവാഞ്ചലിസം ബോർഡിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഏകദിന മുറ്റത്ത് കൺവെൻഷനും ഒരു സാക്ഷ്യവും, ഒരു ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങളുടെ ഒരു ദൈവത്തിന് കൊടുക്കുന്ന ദൈവിക നന്ദി പ്രകടനവുമാണ് ഈ യോഗമെന്ന് പറയാനിടയായി. അപ്പോൾ 4 വിധ കൂട്ടങ്ങൾ പ്രിയ ദൈവദാസൻ പറഞ്ഞു. ഈ 4 ഡിപ്പാർട്ട്മെൻറ്റിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ഇങ്ങനെ ഒരു യോഗം ഏത് വിധേനയെങ്കിലും ഇവിടെ ദൈവം ക്രമീകരിച്ചല്ലോ. പ്രിയ ദൈവദാസൻ പറഞ്ഞതുപോലെ ധാരാളം സ്ഥലങ്ങൾ ഇനി ഇതിൻ്റെ പുറകിലോട്ടുണ്ട്. സ്തോത്രം. ഇതൊരു ഒറ്റ ദിവസത്തെ യോഗമായെങ്കിൽ ഇത്രയും പേര് വന്നെങ്കിൽ, ഇതൊരു 3 ദിവസത്തെ യോഗമായാൽ ഇവിടെ നിറഞ്ഞ് കവിയുന്ന ജനാവലി കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്തോത്രം. ഒരുപക്ഷെ ഇന്ന് രാത്രിയിലെ ആരാധന കഴിയുമ്പോൾ ചിലരെങ്കിലും ചോദിക്കും, നാളെയും അവിടെ യോഗമുണ്ടോ? സ്തോത്രം. നാളെയും ഇവിടെ യോഗമുണ്ടോ? നാളെ വരാൻ വേണ്ടിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. എങ്കിലും ഇന്ന് രാത്രി ഓടി വന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുന്നു. നാളെ ഇവിടെ യോഗമില്ല, സഭയിൽ യോഗങ്ങളുണ്ട്, ആരാധനകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കടന്നു വന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ, വിടുതലുകൾ പ്രാപിപ്പാൻ ഒക്കെ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരായിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. സ്തോത്രം. നിങ്ങൾ അടുത്തിരിക്കുന്നവർക്കൊന്ന് കരം കൊടുത്തിട്ട് ഒന്ന് പറയാമോ? ലോക അവസാനത്തോളം കൂടെ ഇരിക്കുന്ന കർത്താവ് കൂടെയുണ്ട്. ഒന്ന് അടുത്തിരിക്കുന്നവർക്കൊന്ന് തട്ടി ഒന്ന് കരം കൊടുത്ത് എന്നെല്ലാവരും ഒന്ന് സന്തോഷത്തോടെ പറയാമോ? ലോകാവസാനത്തോളം എല്ലാ നാളും കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ബോധ്യമുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. നമ്മുടെ ദൈവം നമ്മളോട് കൂടെയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രിയ സിസ്റ്ററിനോട്, കുടുംബത്തോട് ദൈവം കൂടെ ഇരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സാക്ഷ്യം ഈ ദേശത്തിൽ പറയാൻ ദൈവം ഇടയാക്കിയത്. ഞാൻ പറയട്ടെ, മനുഷ്യൻ എങ്ങനെ നടന്നാലും ലോകത്തിലൊരു വിഷയമല്ല. ഒരു നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായി മാറുമ്പോൾ, ഒരു നല്ലൊരു സാക്ഷ്യമുള്ള ജീവിതത്തിന് ഉടമയായി മാറുമ്പോൾ സമൂഹത്തിന് ഇരിക്കാൻ പറ്റില്ല. കാരണം സമൂഹം ആഗ്രഹിക്കുന്നത് നമ്മളെന്നും രോഗിയായിരിക്കണം, അല്ലെങ്കിൽ എന്നും പാപിയായിരിക്കണം, എന്നും സമാധാനമില്ലാതിരിക്കണം, എന്നും സങ്കടത്തിലായിരിക്കണമെന്നാണ് ലോകത്തിൻ്റെ കാഴ്ചപ്പാട്. എന്നാൽ ലോകത്തിൻ്റെ വിധികളെല്ലാം മാറ്റിക്കൊണ്ട് മരണത്തെയും വിലാപത്തെയും ഒക്കെ മാറ്റുന്ന കർത്താവ്, നമ്മുടെ രട്ടിനെ എഴുതി സന്തോഷം കുടിപ്പിക്കുന്ന കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. സമാധാനത്തിനായി നമുക്ക് അത്യന്തം കൈപ്പേറിയത് ഭവിക്കുമ്പോൾ ജീവിതത്തിൽ വന്ന് ഭവിച്ചതൊന്നും ഹല്ലേലൂയ അസമാധാനത്വത്തിനല്ല, സമാധാനത്തിനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ആ കരം ഉയർത്തി ദൈവമക്കൾ ഇതിനകത്തിരുന്ന് പറയണം, എൻ്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചതെല്ലാം സമാധാനത്തിനാണ്. കൈപ്പേറിയത് ഭവിച്ചെങ്കിൽ, വേദനകൾ വന്നെങ്കിൽ, പ്രതിസന്ധികൾ വന്നെങ്കിൽ, പ്രതികൂലങ്ങൾ വന്നെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് പറയാൻ കഴിയോ, ദൈവം വലിയവനാണ്, ദൈവം ഉന്നതനാണ്. ഞാൻ ഈ ഇതിനകത്തോട്ട് ഗ്രൗണ്ടിനകത്തോട്ട്
കയറി വരുമ്പോൾ എൻ്റെ ഈ ഗ്രൗണ്ടിൻ്റെ ആ റോഡ് സൈഡിലായിട്ട് എൻ്റെ ഒരു ഫ്ലക്സ് അവിടെ ഇരിക്കുന്നത് കണ്ടു. ഞാൻ അവിടെ നിന്ന് ഒരു നിമിഷം ആ ഫോട്ടോയിലോട്ട് ഇങ്ങനെ നോക്കി. കർത്താവ് ഇത്രത്തോളം ദൈവം എന്നെ മാനിച്ച വിധങ്ങളെ ഓർത്തപ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു സ്തോത്രം പോലീസ് സ്റ്റേഷനുകളിൽ ഫോട്ടോ ഒട്ടിക്കേണ്ട എന്നെ, അല്ലെങ്കിൽ വീട്ടിനകത്ത് അകാലത്തിൽ പൊലിഞ്ഞുപോയി എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ ഒട്ടിക്കേണ്ട എന്നെ സ്തോത്രം ഇന്ന് രാത്രിയിലും ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നല്ലോ. അതിനെ ഓർത്തു ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. കർത്താവിൻ്റെ വലിയ സ്നേഹമല്ലാതെ, കർത്താവിൻ്റെ വലിയ കരുണയല്ലാതെ ഇന്ന് രാത്രി പുകഴുവാൻ പ്രശംസിപ്പാനൊന്നുമില്ല. ഈ മൈക്ക് പിടിക്കാൻ യോഗ്യതയില്ലാത്ത എന്നെ, വെറും കള്ളുകൾ കുപ്പികൾ പിടിച്ചു നടന്ന എന്നെ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ 2-3 ചെറുപ്പക്കാര് ഈ നമ്മുടെ അമ്പലത്തിൽ കാല കഴിഞ്ഞ് വന്നപ്പോൾ സൈഡിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പാൻ മസാലകൾ തട്ടി കയ്യിൽ വെച്ചിട്ട് അവരിങ്ങനെ ഈ ശംഭു എന്തൊക്കെയാണെന്ന് തോന്നുന്നു അവരിങ്ങനെ വായ്ക്കകത്തേക്ക് തട്ടുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് അവരിങ്ങനെ കൈ മറച്ചിട്ട് അവരെൻ്റെ മുഖത്തേക്ക് ദയനീയമായിട്ട് നോക്കി. അപ്പം ഞാനും അവരെ ദയനീയമായിട്ട് ഞാൻ നോക്കി. അപ്പം ഞാനിങ്ങനെ പുറകോട്ട് ചിന്തിച്ചു, ചില വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു അവസ്ഥയിലായിരുന്നുള്ള കർത്താവ്, ഞാനും എന്നെ വിടുവിച്ച കർത്താവ് ഈ ചെറുപ്പക്കാരെ വിടുവിക്കണമെന്ന് ഞാൻ അവിടെ നിന്ന് അവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിപ്പാനിടയായി. എൻ്റെ ഈ കവിൾത്തടങ്ങൾ മുഴുവൻ അഴുകിപ്പോയ ഒരു മനുഷ്യനാണ്. വിരലുകൾ ഇങ്ങനെ ഇട്ടാൽ മേലോട്ട് കയറിപ്പോകും. ഈ വിരലിങ്ങനെ ഇട്ട ഇവിടെ 6 വ്രണങ്ങൾ ഈ വായ്ക്കകത്തുണ്ടായി. 6 വ്രണങ്ങൾ, കപ്പലണ്ടി, കുരുമുളക്, പേപ്പർ കഷ്ണങ്ങൾ ഇങ്ങനെ ചുരുട്ടി ഈ വ്രണത്തിനകത്ത് ഞാൻ വെച്ച് ഒരു വെയിറ്റ്, ടൈലൊട്ടിക്കുന്നവർക്കറിയാം, അത് അന്ന് രാവിലെ ഇളകി വരാതിരിക്കാൻ വെയിറ്റ് വയ്ക്കുന്ന കല്ലുകൾ എടുത്ത് വയ്ക്കാറുണ്ട്. അതുപോലെ ഞാൻ ഇതിനകത്ത് എൻ്റെ ചുണ്ടിൻ്റെ അകത്തൊക്കെ പേപ്പർ കഷ്ണങ്ങൾ, കുരുമുളക്, മുട്ടായി കഷ്ണങ്ങൾ, ഇങ്ങനെ കപ്പലണ്ടികൾ, കയ്യിൽ വായ്ക്കകത്ത് എന്താണോ ആഹാരങ്ങൾ പോകുന്നത് ഇതിനെ ഞാൻ ചുരുട്ടി പതുക്കെ റെഡിയാക്കി ഈ ഹോളുകളിൽ വെച്ച് അടച്ച് വെയിറ്റ് വയ്ക്കുന്ന ഒരു തരത്തിലേക്ക് എൻ്റെ വായ്ക്കകത്തെ വായുടെ അനുഭവങ്ങൾ മാറാനിടയായി. സംസാരത്തിൻ്റെ സ്ഫുടതകളെല്ലാം നഷ്ടപ്പെട്ടു. നാവിൻ്റെ ഇവിടുത്തെ കെട്ടുകളെല്ലാം പൊട്ടി, വല്ലാതെ അഴുകി ജീർണിച്ച് നാറ്റം വമിച്ച് 6ഓളം പല്ലുകൾ എനിക്കില്ല. സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ അവ്യക്തമായി എനിക്ക് പോകാറുണ്ട്. ഞാൻ തന്നെ വളരെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്താണ് സംസാരിക്കുന്നത്. എങ്കിലും ഞാൻ പറയട്ടെ, ഇന്ന് രാത്രിയിൽ എൻ്റെ ദൈവം ഇന്നയോളം കൊണ്ടുവന്നു. നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ക്ഷേത്രത്തിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. ഇന്ന് രാത്രി ഈ യോഗത്തിന് നടുവിൽ എന്നെ ഒരു പ്രസംഗകരാക്കി ദൈവം കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ പിൻപിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ച കരഞ്ഞ ഒരു അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയോ. ഹല്ലേലൂയ. സ്വതം കാഞ്ഞിരംകുളത്ത് 10ാം ക്ലാസ്സിൽ പഠിച്ചു വരുന്ന എൻ്റെ സ്വതം വസ്ത്രമില്ലാത്തവനെ പോലെ എടുത്തുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ എൻ്റെ മാതാവ് കരഞ്ഞ ഒരു പ്രാർത്ഥനയും കണ്ണുനീരും ഉണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എൻ്റെ സ്നേഹിതന്മാർ, എൻ്റെ കൂട്ടുകാർ, എൻ്റെ ചർച്ചക്കാർ പലരും എന്നോട് പറഞ്ഞു, എടാ ഏതെങ്കിലും ഒരു ചർച്ചയിൽ പോടാ, ഏതെങ്കിലും ഒരു പള്ളിയിൽ പോടാ, മാനസാന്തരപ്പെടാ, ഇതൊക്കെ ഉപേക്ഷിക്കടാ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറയാ, ഞാൻ ഒരു ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി തുടങ്ങി. 2008 ഫെബ്രുവരി 5-ാം തീയതി കാഞ്ഞിരംകുളം AG ചർച്ച് നടക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി സംബന്ധിച്ചു. അന്ന് രാത്രി എൻ്റെ കർത്താവ് എന്നെ പിടിച്ചു. ഇന്ന് രാത്രി ഇവിടെ കൊണ്ട് എന്നെ നിർത്തിയിരിക്കുന്നു. ഇതുവരെ നടത്തിയ, ഇതുവരെ കരുതിയ, ഇതുവരെ സഹായിച്ച ദൈവമുണ്ട്. 2-3 പ്രാവശ്യത്തോളം മരിക്കാൻ വേണ്ടി കയ്യൊക്കെ അറുത്ത് ബ്ലഡൊക്കെ ഒഴുകി ഈ ഞരമ്പുകളെല്ലാം കട്ടായി ശരീരത്തിൻ്റെ അവയവങ്ങളിൽ നിന്നും ബ്ലഡുകൾ ഇങ്ങനെ ധാരധാരയായി ഒഴുകുമ്പോൾ കാഞ്ഞിരംകുളത്തിൻ്റെ പല ഹോസ്പിറ്റലിലേക്ക് എൻ്റെ ജ്യേഷ്ഠൻ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാൻ പറയട്ടെ, ആത്മഹത്യ അല്ലാതെ ഇനി എൻ്റെ ജീവിതത്തിനകത്ത് മറ്റൊന്നുമില്ലെന്ന് പറഞ്ഞ് ഞാൻ വിധി എഴുതി നിൽക്കുന്ന സമയത്ത് എൻ്റെ കർത്താവ് എൻ്റെ മരണത്തെ മാറ്റി, എൻ്റെ വിലാപത്തെ മാറ്റി, എൻ്റെ 8 സന്തോഷം ഒടിപ്പിച്ച് കടലിൽ ചാടിയ എന്നെ കടലോരങ്ങളിൽ പ്രസംഗിക്കാൻ ദൈവം എന്നെ കൊണ്ട് നിർത്തുന്നു നോക്കുമ്പോൾ, ഇന്നലെയും അവിടെയുള്ള പല പ്രദേശങ്ങളിൽ കടലോരങ്ങളിൽ ഇപ്പോൾ പ്രസംഗിക്കാൻ എനിക്ക് ഭാഗ്യം നൽകി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ വിധി എഴുത്തുകളെയെല്ലാം മാറ്റുന്നവൻ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവമക്കളൊന്ന് കരമുയർത്തി ഒന്ന് ദൈവത്തിന് പറ, നിന്റെ വിധി എഴുത്തുകളെ മാറ്റുന്ന ഒരു ദൈവം, നിന്റെ വിധി എഴുത്തുകളെ മാറ്റുന്ന ദൈവം ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവം വിധി എഴുത്തുകളെ മാറ്റുന്ന ദൈവമാണ്. നീ മരിക്കേണ്ടവനല്ല, നീ മരിക്കേണ്ടവളല്ല. ആയുസിന്റെ ദൈർഘ്യം കൂട്ടിത്തരുന്ന ഒരു ദൈവമാണ്. ആയുസിന്റെ മധ്യത്തിൽ നിന്നെ എടുത്തുകളയുന്ന ഒരു ദൈവമല്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തിരുന്ന് പറ, ഇന്ന് രാത്രി ചിലരുടെ ആയുസിനെ നീട്ടിത്തരാൻ. ഇന്ന് രാത്രി ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ
സ്തോത്രം. ഈ അമ്പലത്തിൽ കാല ഭാഗം കഴിഞ്ഞപ്പോൾ ദൈവാത്മാവിനോട് ശക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, കർത്താവ് എന്താ പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ ദൈവാത്മാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ആഹാരം കഴിച്ചിട്ട് ദഹിക്കാൻ കഴിയാതെ വൊമിറ്റിങ്ങിലേക്ക് പോകുന്ന, ആഹാരം കഴിച്ച ഉടൻ തന്നെ വൊമിറ്റ് ചെയ്യാൻ തോന്നുന്ന ശരീരത്തിന്റെ ഭാഗത്ത് ആഹാരം ദഹന പ്രക്രിയകൾ നടക്കാതിരിക്കുന്ന ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് എൻ്റെ അന്തരംഗത്തിൽ ഒരു പ്രേരണ തന്നു. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളിൽ, ഈ യോഗത്തിനകത്തിരിക്കുന്നവരോ, ഈ ദേശത്തിൽ ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടി ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങൾ ഒരു നിമിഷം നിങ്ങളുടെ ആ ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ കരം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കൂ. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ, കർത്താവ് നിങ്ങളെ വിടിവിപ്പാൻ, കർത്താവ് നിങ്ങൾക്ക് ആശ്വാസം തരാൻ. ഇന്ന് രാത്രി എൻ്റെ കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ലെന്ന്, കർത്താവ് നിങ്ങൾ ഇരിക്കുന്ന അടുക്കലേക്ക്, നിങ്ങൾ ഇരിക്കുന്ന അടുത്ത് ഇന്ന് രാത്രി എൻ്റെ കർത്താവ് വന്നിട്ടുണ്ട്. നമ്മൾ കർത്താവ് ഇരിക്കുന്നിടത്ത് പോയില്ലെങ്കിലും നാം ഇരിക്കുന്നിടത്ത് കർത്താവ് വന്നാലുണ്ടല്ലോ. ഇന്ന് രാത്രി ഇവിടെ പറയുന്നു, കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറയുക, കർത്താവ് അവിടെ പറയും, യേശു അടുത്തു ചെന്ന്. ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട് യേശു അടുത്തു വരണം, യേശു അടുത്തു വരണം. ഇന്ന് രാത്രി എവിടെയൊക്കെയോ നീ യേശുവിനെ വിട്ട് അകലം വിട്ടു പോയിട്ടും, യേശുവിനെ വിട്ട് അകന്നു പോയിട്ടും, ഇന്ന് രാത്രി കർത്താവ് അകലം വിടാതിരിക്കുന്നുണ്ടല്ലോ. നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോ, ദേശത്തിന്റെ ശബ്ദം കേൾക്കുന്ന ചിലരോടെങ്കിലും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഈ യോഗത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, കർത്താവിനോട് അകലം വിട്ട ആരെങ്കിലും, കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും അകലം വിട്ട ആരെങ്കിലും ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ഈ യോഗം നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വഴിത്തിരിവായി മാറട്ടെ. നിങ്ങളെ കർത്താവിലേക്ക് അടുപ്പിക്കുന്ന ദിനമായി മാറുന്നു. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, നിങ്ങൾ എങ്ങനെയൊക്കെ അടുത്തു വരുവിൻ, ഞാൻ നിങ്ങളിലേക്ക് അടുത്തു വരാം. നമുക്ക് ഒരു പടി കൂടി ഇന്ന് രാത്രി പറ, ഞാൻ കർത്താവിലേക്ക് അടുത്തു വരാൻ ആഗ്രഹിക്കുന്നു, ഞാൻ കർത്താവിലേക്ക് അടുത്തു വരാം. ഞങ്ങൾ പള്ളിയിലേക്ക് അടുത്തു വരാൻ ഞങ്ങൾ പറയുന്നില്ല, ഒരു സ്വന്തം മതത്തിലേക്ക് അടുത്തു വരാൻ ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ ഒരു ആരാധനയിലേക്ക് അടുത്തു വരാൻ പറയുന്നില്ല. ഞങ്ങൾ പറയുന്നു, കർത്താവിലേക്ക് നീ അടുത്തു വന്നാൽ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കർത്താവ് നിരത്തുവാൻ, കർത്താവ് പരിഹരിപ്പാൻ കഴിവുള്ളവനെന്ന് ഇന്ന് രാത്രി ഞാൻ വിശ്വസിച്ചുകൊണ്ട് ആത്മമണ്ഡല ദൂത് പറയുന്നു. നീ കർത്താവിലേക്ക് അടുത്തു വന്നാൽ നീ ആരാധനയിൽ അടുത്തു വരും, നീ കൂട്ടായ്മയിൽ അടുത്തു വരും, പ്രാർത്ഥനയിൽ അടുത്തു വരും, വിശുദ്ധ ജീവിതത്തിലേക്ക് അടുത്തു വരും. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഞാൻ ജീവിച്ചിരിക്കുന്നത് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നതാണ്. കാഞ്ഞിരംകുളത്ത് ആനപ്പുറത്ത് കയറി കൊടി പിടിച്ചുകൊണ്ട് നടന്നത് എന്നെ. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ആനപ്പുറത്ത് ആ കാഞ്ഞിരംകുളത്ത് കൂടി കടന്നു പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നൊരമ്മ, വേദനിക്കുന്നൊരമ്മ, ഭാരത്തോട് നിൽക്കുന്നൊരമ്മയെ ഞാൻ ഓർക്കുകയാണ്. ഒരുപാട് കണ്ണുനീരിന്റെ ഫലമാണ് ഇന്ന് രാത്രി എന്നെ ദൈവം ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ദൈവസഭയുടെ ശുശ്രൂഷനൊക്കെ ദൈവം മാറ്റി. ഇന്ന് പല മേഖലയിലൊക്കെ ദൈവം മറ്റുള്ളവരൊക്കെ അറിയപ്പെടുന്ന തലത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. സ്തോത്രം. ഇതൊന്നും ഞാൻ യോഗ്യതയുള്ളവനല്ല, ഞാനിതൊന്നും ആഗ്രഹിച്ചതൊന്നുമല്ല. സ്തോത്രം. ഞാൻ പറയട്ടെ, കർത്താവ് ഇത്രത്തോളം കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളൊന്ന് പറയാം. ഇതിനകത്തിരുന്ന് ഈ ഏകദിന പ്രാർത്ഥനയ്ക്കകത്ത് ഇവാഞ്ചലിസം ബോർഡിന്റെ ഈ പ്രവർത്തനം എനിക്ക് തോന്നുന്നു രാവിലെ മുതൽ അവർ 10 മണി മുതൽ പലവിധ ശുശ്രൂഷകൾ ചെയ്തു. അവർക്ക് പ്രത്യേകിച്ച് ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. ദൈവരെ ആദരിക്കട്ടെ, ദൈവരെ മാനിക്കട്ടെ. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരമെന്നാണ്. ചിലർ ചോദിക്കാറുണ്ട്, ഇവന്മാർക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവരിങ്ങനെ പോകുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ പോലീസിലൊക്കെ ടെസ്റ്റ് എഴുതിയ ഒരു മനുഷ്യനാണ്. പോലീസിൽ ആ ജോലി കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന സാഹചര്യം ഞാൻ ഓർക്കുന്നു. ഞാൻ ബൈബിൾ കോളേജ് പഠിക്കുമ്പോൾ ഞാൻ എഴുതിയ ടെസ്റ്റ് പാസ്സായതിന് റിട്ടേൺ ടെസ്റ്റിന് വേണ്ടി അടുത്തന്നെ വിളിച്ചതാണ്. ഞാൻ പറയട്ടെ, അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. കാരണം എനിക്കൊന്നറിയാം, ഞാൻ പോയ പാതകളിൽ ഞാൻ ചെയ്തു വന്ന വർക്കുകളിൽ എനിക്ക് കിട്ടിയ സമ്പത്തുകൾ, എനിക്ക് കിട്ടിയ കാശ്, അതിൻ്റെ അവസാനം വരെ ഞാൻ നഷ്ടപ്പെടുത്തിയത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞായറാഴ്ചകളിൽ ഈ എൻ്റെ കയ്യിലേക്ക് അധ്വാന ഫലം മുഴുവനും കുടിച്ചു തീർത്ത ഒരു കാലഘട്ടത്തെ ഞാൻ ഓർക്കുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ ഹൃദയം വിട്ടുകൊടുത്തപ്പോൾ, എൻ്റെ കർത്താവിനെ സ്നേഹിപ്പാൻ തുടങ്ങിയപ്പോൾ, എൻ്റെ കർത്താവിൻ്റെ കരം പിടിക്കാൻ തുടങ്ങിയപ്പോൾ പലരും പറഞ്ഞു, ഓ ഇവൻ കള്ളന്മാരെ കൂടെ പോയോ, ഇവനെ വേറെ
പണിയൊന്നുമില്ല എന്നൊക്കെ പറയാനിടയായി. ഞാൻ പറയാം, ലോകത്തിന് നീ എങ്ങനെ നശിച്ചാലും കുഴപ്പമില്ല, നീ കഞ്ചാവ് അടിച്ചാലും കുഴപ്പമില്ല, മയക്കുമരുന്ന് കഴിച്ചാലും കുഴപ്പമില്ല, നീ എങ്ങനെയൊക്കെ മോശമായി ജീവിച്ചാലും കുഴപ്പമില്ല. പക്ഷെ നീ നന്നാവാൻ തുടങ്ങിയ, നീ നല്ല വസ്ത്രം ഇടാൻ തുടങ്ങിയ, നീ നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയ, നീ നല്ല വാഹനത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങിയ, നല്ല ആഹാരം കഴിക്കാൻ തുടങ്ങിയ, സമൂഹത്തിന് ഇരിക്കാൻ കഴിയത്തില്ല, അവർ അസ്വസ്ഥരാകും. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചെറുതോക്കി ഞാൻ ആത്മമണ്ഡലത്തിൽ ദൂത് പറയാ, നീ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സേവിപ്പാൻ, ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ, ദൈവ കൽപ്പന അനുസരിക്കാൻ നിന്റെ ഹൃദയം നീ വിട്ടുകൊടുത്ത ദേശം അസ്വസ്ഥതപ്പെടും. രാത്രി ചില പൈശാചിക ഫലങ്ങൾ അസ്വസ്ഥതപ്പെടുന്നു. ഈ യോഗം ഇവിടെ നടക്കുമ്പോ, ഇവിടെ പ്രാർത്ഥന ഉയരുമ്പോ, ആരാധന ഉയരുമ്പോ, കൂട്ടായ്മ ഉയരുമ്പോ, ഏതൊക്കെ കുടുംബങ്ങൾ വിലാപം ഉയരേണ്ട സ്ഥാനത്ത്, ഏതൊക്കെയോ കുടുംബങ്ങൾ നിരാശകൾ ഉണ്ടാകേണ്ട സമയത്ത്, ഏതോ കുടുംബങ്ങൾ വേദനകൾ ഉയരേണ്ട സമയത്ത് ആ വിലാപത്തെ മാറ്റിയവർ, രട്ടിനെ അടിച്ചവർ, ഇതിനകത്ത് മരണത്തെ മാറ്റിയവർ, ഇതിനകത്ത് മരണത്തിന്റെ വിധികളെ മാറ്റിയവർ, ചില ബറബ്ബാസിന്റെ ഭവനത്തെ പോലെ മാറ്റി എഴുതിയ കുടുംബങ്ങൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് വകയുണ്ട്. എത്ര പേർക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റും? ഞാൻ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ഞങ്ങളൊക്കെ സ്തോത്രം എന്തോരം കഷ്ടപ്പെടുന്നറിയാമോ? ഒരു പാട്ട് കണ്ട് വായിച്ച് പഠിച്ച് സ്വതം മനസ്സിലാക്കി സ്തോത്രം ഇന്ന് രാവിലെ മുതൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവിടുത്തെ പ്രസംഗത്തിന് വേണ്ടി എത്ര പ്രാവശ്യം ബൈബിൾ വായിച്ചു, എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിച്ചു, എന്തെല്ലാം കാര്യങ്ങൾ നോട്ട് ചെയ്തു സ്തോത്രം. അപ്പോൾ തന്നെ ഇവിടെ ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ അവരുടെ സ്തോത്രം കഴിവില്ല, കഴിവുകൾ ആ ദൈവം കൊടുത്ത ആ സ്തോത്രം കഴിവുകൾ, അവരുടെ സ്തോത്രം സ്വതം കാഴ്ചയില്ലാത്ത അനുഭവങ്ങളാണെങ്കിലും അവരെവിടെ നിന്ന് ആത്മനിറവിൽ പാടിയപ്പോ ഞാൻ ഹൃദയം കൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞു. കണ്ണുള്ള എത്രയോ പേർ ഇതിനകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. നല്ല കാഴ്ചയുള്ള എത്രയോ പേർ ഇതിനകത്തിരിപ്പുണ്ട്. ഇന്ന് രാത്രി കഴിവുള്ള, ആരോഗ്യമുള്ള, ബലമുള്ള എത്രയോ പേർ ഇതിനകത്തിരിപ്പുണ്ട്. ഇന്ന് രാത്രി നിങ്ങളുടെ കഴിവുകളെ മൂടി വയ്ക്കുമ്പോ, ഇന്ന് രാത്രി ഞാൻ പറയാം, അടുത്ത ഇവാഞ്ചലിസം ബോർഡിനെ മീറ്റിംഗ് നടക്കുമ്പോ നിങ്ങളുടെ കഴിവുകൾ പ്രകടമാക്കാൻ ദൈവദാസന്മാരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാകൂ. ദൈവം ദേശത്തിൽ സ്ഥിതികളെ മാറ്റുന്ന ദൈവമാണ്, അവസ്ഥകളെ മാറ്റുന്ന ദൈവമാണ്, സാഹചര്യങ്ങളെ മാറ്റുന്ന ദൈവമാണ്. ദൈവം നിങ്ങൾക്ക് തന്ന താലന്തുകൾ, കഴിവുകൾ മൂടി വയ്ക്കാതെ, അത് അലരിവൃക്ഷത്തിന്മേൽ തൂക്കിയിട്ട് പോകാതെ ഇന്ന് രാത്രി അതിനെടുത്ത് ഉപയോഗിക്കാൻ തയ്യാറാകുമ്പോൾ ഇവിടെ പറഞ്ഞ് യേശു അടുത്തു ചെന്നു. സ്തോത്രം. നമുക്കറിയാം, അബ്രഹാം ദൈവത്തിന്റെ അടുത്ത് ചെന്നിട്ട് ദൈവത്തോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. കർത്താവ്, ഇവിടെ ഇത്ര നീതിമാന്മാരൊക്കെ ഉണ്ടെങ്കിൽ കർത്താവ് ദേശത്തെ വിടുവിക്കുമോ? ദേശത്തെ ന്യായവിധിയിൽ നിന്നും ഒഴിവാക്കുമോ? അവസാനം അബ്രഹാമിന്റെ ചിന്ത എന്നറിയാമോ? എങ്ങനെയെങ്കിലും പറഞ്ഞ് ലോത്തിന്റെ കുടുംബത്തെ ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെടുത്തണം. എങ്ങനെയെങ്കിലും ലോത്തിന്റെ കുടുംബത്തെ അബ്രഹാമിനെ വിടുവിക്കണം. അത് അബ്രഹാമിന്റെ ഒരു ആഗ്രഹമായിരുന്നു. നമുക്ക് അവസരോചിതമായി ദൈവത്തോട് സംസാരിച്ച് ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ ആ പട്ടണം നശിപ്പിക്കത്തില്ല എന്ന് ദൈവം അബ്രഹാമിന് കൊടുത്ത ഉടമ്പടി പ്രകാരം ദൈവം തന്നെ ദൂതന്മാരെ അയച്ച് സോദോം പട്ടണത്തിന്റെ അകത്തു നിന്നു ലോത്തിനെയും കുടുംബത്തെയും ബന്ധപ്പെടുത്തി ഇറക്കിയതുപോലെ ഇന്ന് രാത്രി ഏകദിന സുവിശേഷ യോഗത്തിനകത്ത് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ യോഗം ഈ ദേശത്തിന് വേണ്ടി മധ്യസ്ഥം വയ്ക്കുന്നു, ഈ ദേശത്തിന് വേണ്ടി ഇഴുവി നിൽക്കുന്നു. ഇവിടത്തെ ഒരു ഭാവി പോലും നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ, ഇവിടത്തെ ഒരു സ്വതന്ത്ര അധാർമികതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കഴിഞ്ഞ 500 ദിനങ്ങളായി ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭ, കഴിഞ്ഞ 500 ദിനങ്ങളായി ഇവിടെ ഉയർന്ന പ്രാർത്ഥനയുടെ വിശദീകരണം ഞാൻ പറയാം. കർത്താവേ, ഈ ദേശം വിടുവിക്കപ്പെടണമേ, ഈ രാജ്യം വിടുവിക്കപ്പെടണമേ, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അനുഗ്രഹിക്കപ്പെടണമേ, ഇവിടുത്തെ വാർഡ് മെമ്പർ അനുഗ്രഹിക്കപ്പെടണമേ, ഇവിടുത്തെ സ്വതന്ത്ര ജില്ലയുടെ ക്രമീകരണങ്ങൾ, ഇവിടുത്തെ സ്വതന്ത്ര നോക്കൂ ഭരണകൂടങ്ങൾ, സംവിധാനങ്ങൾ എല്ലാവർക്കും വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഓരോ പ്രാർത്ഥന ഇവിടെ ഉയരുമ്പോ അവർ പറയുന്നു, കർത്താവേ, ഞങ്ങളുടെ ഈ പട്ടണത്തിനകത്ത് ഒരു ഭാവി ഉണ്ടാകരുത്, ഒരു മദ്യപിക്കുന്ന ഉണ്ടാകരുത്, ഒരു മയക്കുമരുന്ന് അടിക്കുന്ന ഉണ്ടാകരുത്, ഒരു രോഗി ഉണ്ടാകരുത്, ഒരു അനർത്ഥം ഉണ്ടാകരുത്, ഒരു അപകടം ഉണ്ടാകരുത്, ഒരു വ്യസനം ഉണ്ടാകരുത്. കഴിഞ്ഞ 500 ദിനങ്ങൾ ഇവിടെ പിന്നിടുമ്പോ ഈ പ്രാർത്ഥന ദേശത്തിന്റെ ഒരു പ്രാർത്ഥനയായി മാറുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന മറ്റൊരു സമൂഹം ഉണ്ടെങ്കിൽ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രതിഫലം വെച്ച കൂടാതെ, ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇന്ന് പറഞ്ഞപ്പോഴായിരിക്കും ഇങ്ങനെ 500 ദിനം കൊണ്ട് ഇവിടെ ഒരു പ്രാർത്ഥന നടക്കുന്ന പോലെ പറഞ്ഞത്. നിങ്ങൾ അറിയാതെ ഈ സഭയ്ക്കകത്ത് ദൈവദാസനും ദൈവമക്കളും ചേർന്ന് ഈ പട്ടണത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ 500ാമത്തെ ദിവസം ഇങ്ങനെ ഒരു ക്രമീകരണം സുവിശേഷ യോഗം ഇവിടെ നടക്കുമ്പോ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്.
ഞങ്ങൾക്കൊരു ആത്മഭാരമുണ്ട് കേട്ടോ. സുവിശേഷം അറിയിക്കുന്നവർക്ക് സുവിശേഷം അറിയിച്ചൊക്കെ പോകുമ്പോൾ ചിലർ പറയാറുണ്ട്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞാൻ പറയട്ടെ സ്തോത്രം, ഇതൊരു വലിയൊരു ഉത്തരവാദിത്വമാണ്, ഇതൊരു വലിയൊരു നിയോഗമാണ്, ഒരു ദൈവം പറഞ്ഞ ഒരു കൽപ്പനകളാണ്. അങ്ങനെ സ്തോത്രം, ഇന്ന് ദേശത്തിന് നടുവിൽ കയറി ചെന്ന ഓരോ ഭവനങ്ങളിലും ദൈവദാസന്മാർ വന്നപ്പോൾ നിങ്ങൾ ആ ഭവനത്തിൽ ദൈവദാസന്മാരെ സ്വീകരിച്ചെങ്കിൽ, നിങ്ങൾ അംഗീകരിച്ചെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ട്രാക്റ്റുകൾ, നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ലഘുലേഖകൾ നിങ്ങൾ വായിച്ചെങ്കിൽ നിശ്ചയമായിട്ടും അതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടും. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? സ്തോത്രം. ചിലർക്കൊക്കെ കൊണ്ടുപോയി ആഹാരമൊക്കെ കൊടുത്തെന്ന് പറയാനിടയായി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സ്തോത്രം. അപ്പൊ ഇന്ന് മുഴുവനും ഈ ഇവാഞ്ചലിസം ബോർഡ് ഭയങ്കരമായി കർത്താവിന് വേണ്ടി ഓടി അധ്വാനിച്ചു പരിശ്രമിച്ചു. അതിനുവേണ്ടി സഭ മുതൽക്കൂട്ടായി നിന്നു. ഹല്ലേലൂയ. ഒരു ദിവസം മുഴുവനും റെസ്റ്റില്ലാതെ ഓടിയ ഇവാഞ്ചലിസം ബോർഡിന്റെ പ്രവർത്തകര് ഒന്ന് ദൈവമക്കളൊന്ന് കരമുയർത്തി ഒന്ന് അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ദൈവം അവർക്ക് കൊടുത്ത നല്ല ദർശനങ്ങൾക്കായി, അവർക്ക് കൊടുത്ത കാഴ്ചപ്പാടിനായി, അവർക്ക് കൊടുത്ത ദൈവകൃപയ്ക്കായി, അവർക്ക് കൊടുത്ത താലന്തിനായി, അവർക്ക് കൊടുത്ത ദൈവിക സ്വന്തം അധികാരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം പറയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ അവരെ ഏറ്റവും ബഹുമാനിക്കണം കേട്ടോ. അങ്ങനെ ഒരു ടീം, അത് പ്രവർത്തനം ഈ ഇന്റർനാഷണൽ സിയോൻ അസംബ്ലിയിൽ ദൈവം നൽകിയല്ലോ. അതിനെ ഓർത്തു ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. അല്ലെ, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഇവാഞ്ചലിസം ബോർഡാണ്. ഏറ്റവും ദൈവം അംഗീകരിക്കുന്നത് ഇവാഞ്ചലിസം ബോർഡാണ്. മറ്റേ എല്ലാ ഹല്ലേലൂയ ക്രമീകരണങ്ങളും ഉണ്ടെങ്കിലും ഏറ്റവും കൂടെ സന്തോഷിക്കുന്നത് ഇവാഞ്ചലിസം ബോർഡിന്റെ പ്രവർത്തനത്തിലാണ്. കാരണം അല്ലെ, സുവിശേഷം എത്താത്ത ഇടങ്ങളിലേക്ക് ഇവാഞ്ചലിസത്തിന്റെ പ്രവർത്തകർ ഓടിയിറങ്ങി ട്രാക്റ്റുകളുമായി പോകുമ്പോ ഇതുപോലെ സ്വതം ക്രമീകരിക്കുന്ന യോഗങ്ങൾ വളരെ ബന്ധപ്പെട്ട് ഒരു ദിവസത്തെ യോഗം എന്ന് പറയുമ്പോൾ അതിന് ഭയങ്കര ബന്ധപ്പാടാണ്. ഈ ബന്ധപ്പാടൊക്കെ ക്രമീകരിച്ചുകൊണ്ട് അവർ ഈ യോഗം ക്രമീകരിക്കുമ്പോ ഇന്ന് രാത്രി ഇതിനകത്ത് വന്ന നിങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമാണ്. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമാണ്. ഈ പട്ടണത്തിന് ഈ യോഗം ഒരു അനുഗ്രഹമാണ്. ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി പറ, കർത്താവേ, ഈ യോഗം ഒരു അനുഗ്രഹമായി മാറട്ടെ, ഇതൊരു മഹായോഗമായി മാറട്ടെ, ഇതിന്റെ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. ആ ഭവനത്തിന് മാത്രമല്ല, ഇവിടെ കടന്നു വന്നവർക്കോ ഈ ശബ്ദ തരംഗം കയറി ചെല്ലുന്ന ഓരോ ഭവനത്തിന്റെ അകത്തോ ഇന്ന് രാത്രി യോഗം ഒരു അനുഗ്രഹമായി മാറട്ടെ. നോക്കൂ, കർത്താവ് അടുത്തു ചെന്നിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, സ്തോത്രം, ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം? നിങ്ങൾ സ്നാനം കഴിപ്പിക്കണം. സ്തോത്രം. പ്രൈസലോ. കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളണം. സ്തോത്രം. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 15 മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെയും ഇതിൻ്റെ മറ്റൊരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. ഒരാൾക്ക് ആ ഭാഗം ഒന്ന് വായിക്കാമോ? മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ എടുത്തവർക്കൊന്ന് വായിക്കാം. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ. പിന്നെ അവൻ, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇതിനകത്ത് സ്നാനം എടുത്ത ദൈവമക്കൾ ഇതിനകത്തുണ്ട്, സ്നാനപ്പെടാത്തവരുണ്ട്. ഇന്ന് രാത്രി എല്ലാ ദൂതുകളും കൂടി ഒരുമിച്ച് അങ്ങ് പറഞ്ഞു പോവുകയാണ്. നമ്മൾ വിശ്വസിക്കണം, സ്നാനമേൽക്കണം, ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമ്മൾ കാണണം. എങ്കിലേ നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇവിടെ സ്തോത്രം വിശ്വസിക്കണമെന്ന് പറയുക. മർക്കോസ് സുവിശേഷം പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം എങ്ങനെ പഠിപ്പിക്കും? യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, വിശ്വസിച്ചാൽ എന്തെന്നറിയാമോ? ദൈവമക്കളായി തീരുവാൻ ദൈവം നമുക്ക് അധികാരം നൽകും. വിശ്വസിക്കുന്നവർക്ക് എന്തെന്നറിയാമോ? ദൈവമക്കളായി തീരുവാൻ. നമ്മൾ ഇതിനകത്തിരിക്കുന്നവരെല്ലാം ആരെന്നറിയാമോ? ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്ക് ദൈവത്തിൻ്റെ മക്കളായി തീരുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകി. നമ്മൾ ആരും പിശാചിൻ്റെ മക്കളല്ല. ഒരു കാലത്ത് പിശാചിനെ ആരാധിച്ച് പിശാചിൻ്റെ മക്കളായി അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവം തൻ്റെ ഓമന പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു. ഹല്ലേലൂയ.
നോക്കൂ, ഫിലിപ്പിയ ലേഖനത്തിനകത്ത് പറയുന്നു, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ ആ താണഭൂമിയിലേക്ക് കർത്താവ് യേശു ക്രിസ്തു ഇറങ്ങി വന്നു. താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഒരു കർത്താവ് നോക്കൂ, ദൈവത്വം വിട്ട് കർത്താവ് ഈ താണഭൂമിയിലേക്ക് ഒരു മനുഷ്യ രൂപത്തിൽ, മനുഷ്യ സ്വഭാവത്തിൽ, ഒരു മനുഷ്യ ഗോലത്തിൽ ഈ ലോകത്തിലേക്ക് വന്നു. പക്ഷെ നമുക്കറിയാം, കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജനനമൊക്കെ വളരെ ശ്രേഷ്ഠകരമായ ഒന്നാണ്. യേശു ക്രിസ്തുവിന്റെ വളർച്ച, യേശു ക്രിസ്തുവിന്റെ ജീവിത പ്രവർത്തികൾ, യേശു ക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ, അതോടൊപ്പം അതിനെപ്പോലെ മറ്റൊരു വ്യക്തിയും ഈ കാലഘട്ടത്തിനകത്ത് ചെയ്തിട്ടില്ല. നോക്കി, എന്നാൽ പലരുടെയും ജനനങ്ങൾ, പലരുടെയും മരണങ്ങൾ, പലരുടെയും ജീവിതങ്ങൾ ഇന്നും പല മേഖലകളിലൊക്കെ ആൾക്കാർ ഓർക്കുന്നുവെങ്കിലും അതിനപ്പുറം പറയാനുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പൊ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ദൈവ മക്കളായി നമ്മൾ മാറുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഇതിനകത്ത് അല്ല, മക്കളെങ്കിലോ നമ്മൾ അവകാശികളാണ്. ഇന്ന് രാത്രി ദൈവം നമ്മെ അവകാശികളാക്കി തീർത്തു. അതിനെ ഓർത്തു ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം പറയാമോ? എൻ്റെ മക്കൾ എൻ്റെ സമ്പത്തിന്റെ അവകാശികളാണ്. അങ്ങനെ ഇന്ന് രാത്രി ഹല്ലേലൂയ സ്തോത്രം. ആരെങ്കിലും ഇതിനകത്തിരിക്കുന്നവർ പറയണം, ചിന്തിക്കണം, കർത്താവ്, എനിക്ക് അപ്പനില്ലെന്ന് ഭാരപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്ക് അമ്മ ഇല്ലെന്ന് ഭാരപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ പറയാം, അപ്പനും അമ്മയും വീടും ധാനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധാനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. ആ കരങ്ങൾ ഉയർത്തി പാടാമോ? പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പിതാവ് മരിച്ചിട്ട് സ്തോത്രം ഏതാണ്ട് 3 വർഷത്തോളമാകുന്നു. എനിക്ക് നല്ലൊരു അപ്പനുണ്ടായിരുന്നു, നല്ലൊരു അമ്മയുണ്ടായിരുന്നു, സ്തോത്രം. എന്നാൽ മുഴുമദ്യപാനിയായിരുന്നു എൻ്റെ പിതാവ്. വളരെ 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 സ്തോത്രം പ്രയാസമേറിയ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയ ദിനങ്ങൾ ഞാൻ ഓർക്കുന്നു. എൻ്റെ അപ്പൻ്റെ ഒരു മാനസാന്തരത്തിൻ്റെ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞ് ഞാൻ അടുത്ത എൻ്റെ വിഷയത്തിൽ ഞാൻ കടന്നു പോവുകയാണ്. എൻ്റെ മാതാവ് മരിച്ചു. ഞങ്ങൾ വീട്ടിൽ സമാധാനമില്ല. രാത്രിയാകുമ്പോൾ കട്ടില് മേശയിൽ അടിച്ചു പൊട്ടിക്കുന്നു. എൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ വേണ്ടി പപ്പ റോഡിലോട്ട് ഇറങ്ങി ഓടുന്നു. വളരെ വളരെ പ്രയാസമേറിയ അനുഭവങ്ങളിൽ കൂടി എൻ്റെ ഭാര്യ രാത്രി 2 മണിക്കൊക്കെ എഴുന്നേറ്റ് കരയുന്ന അനുഭവങ്ങളുണ്ടായി. വളരെ പ്രയാസമേറിയ അനുഭവങ്ങളിൽ കടന്നു പോകുമ്പോൾ ഞാൻ പറയും, പപ്പ, നിങ്ങളുടെ മകനൊരു പാസ്റ്ററാണ്, നിങ്ങളെപ്പോലെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാനും. നിങ്ങളുടെ മകനൊരു പാസ്റ്ററായി. പപ്പ, സ്തോത്രം, എന്നെ ലജ്ജിപ്പിക്കരുത്, എന്നെ നാണം കെടുത്തരുത് എന്നൊക്കെ പറയുമ്പോൾ, നീ പോടാ നിന്റെ പണിക്ക് എന്ന് പറഞ്ഞ് സ്തോത്രം വിരട്ടുന്ന പിതാവ്. എക്സൈസ് ഓഫീസുകാരെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ ഇവൻ്റെ വൈഫും കൂടി പോകും എക്സൈസ് ഓഫീസിനകത്ത് ഇറക്കിക്കൊണ്ടുവരാൻ. കാരണം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടി പോകും ഇറക്കിക്കൊണ്ടുവരാൻ. അപ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ വീട്ടിൽ താമസിക്കുക? നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചുകൂടെ? നിങ്ങൾ പോയി ഇവിടുന്ന് മറ്റെവിടെയെങ്കിലും പോയി താമസിച്ചുകൂടെ? ഈ മനുഷ്യൻ്റെ കൂടെ എന്തിനാ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണ്. ഞാൻ അന്ന് ശുശ്രൂഷിക്കുന്ന ആ ഹോളിനകത്ത് നല്ല പാഴ്സണേജിന് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അവിടെ പോയി താമസിക്കാതെ എൻ്റെ പിതാവിനെ നേടാൻ വേണ്ടി ഇത്രയും പ്രതിസന്ധിക്കകത്ത് ഞാനും എൻ്റെ ഭാര്യയും കൂടി കഷ്ടം സഹിച്ചു. ഞങ്ങൾ പപ്പയെ സ്നേഹിക്കാൻ തുടങ്ങി. ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി ആരെയെങ്കിലും നമുക്ക് നേടണമെങ്കിൽ, ഹല്ലേലൂയ, അവരുടെ സ്വഭാവം മറന്ന് അവരെ സ്നേഹിപ്പാൻ നമ്മൾ തയ്യാറായാൽ, ഹല്ലേലൂയ, അവരെ വെറുക്കരുത്. കാരണം ദൈവമുണ്ടല്ലോ, നമ്മുടെ കർത്താവ്, അവൻ പാപിയെ സ്നേഹിക്കുന്നവനാണ്, പാപത്തെ വെറുക്കുന്നവനാണ്. അവരിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയെ വെറുത്ത് അവർക്കെതിരെ പൈശാചിക ശക്തിക്കെതിരെ പ്രാർത്ഥിച്ചിട്ട് അവിടെ പാപ സ്വഭാവങ്ങൾക്കെതിരെ പ്രാർത്ഥിച്ച് ആ വ്യക്തിയെ നേടാൻ ഇന്ന് രാത്രി നമ്മൾ തയ്യാറായ ഈ ദേശത്ത് നടുവിൽ ദൈവാത്മാവ് പറയുന്നു, ചിലരെ ദൈവം ഇന്ന് രാത്രി സ്നേഹിക്കുന്നുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നാളുകൾ കൊണ്ട് മുന്നറിയിപ്പുകൾ കിട്ടിയിട്ടോ, നാളുകൾ കൊണ്ട് മുന്നറിയിപ്പുകൾ നൽകിയിട്ടോ അത് മടങ്ങി വരാൻ മനസ്സില്ലാതെ എവിടെയൊക്കെ പിന്മാറ്റത്തിലേക്ക് പോകുന്ന, ലോക ഇമ്പങ്ങളിലേക്ക് പോകുന്ന, ലോക മയത്വങ്ങളിലേക്ക് പോകുന്ന, ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളവേ. വിടിയിപ്പാൻ ആരുമില്ലാത്ത തലങ്ങൾ ദൈവം കീറിക്കളയോ. ദൈവം മനുഷ്യനെ കീറിക്കളഞ്ഞ പിന്നെ ആർക്ക് ഇവിടുത്തെ ഒരു വൈദ്യശാസ്ത്രത്തിനോ അവരെ കുത്തിക്കെട്ടാൻ കഴിയത്തില്ല. ഇന്ന്
ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവം കീറുന്നതിന് മുമ്പ് ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ സുവിശേഷത്തിന്റെ അകത്ത്, ഇന്ന് രാത്രി ദൈവസഭയുടെ അകത്ത്, പട്ടകത്തിന്റെ അകത്ത് കയറാൻ തയ്യാറായ ഒരു വലിയൊരു ന്യായവഴി ഈ പട്ടണത്തിൽ നിന്ന് മാറിപ്പോകുന്നു. യേശുവിന്റെ നാമത്തിൽ രാത്രി ശക്തമായി വ്യക്തമായി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ഒരു വലിയൊരു ന്യായവിധിയുടെ കരം ഈ ദേശത്തു നിന്നും മാറിപ്പോകുന്നു കേട്ടോ. ഇന്ന് രാത്രി ആരോഗ്യം എന്റെ ദൈവം സന്ദർശിക്കുന്നുണ്ട്, ആരോഗ്യം എന്റെ ദൈവം വിടുവിക്കുന്നുണ്ട്, ആരോഗ്യ ദൈവം കാണുന്നുണ്ട്. പുഴവക്കത്തിരുന്ന ലുതിയായ എന്റെ കർത്താവ് കണ്ടതുപോലെ, അത്തിയുടെ മുകളിൽ നിന്ന് സക്കായിയെ കണ്ടതുപോലെ, അത്തിയുടെ കീഴിൽ നവനയിലെ കണ്ടതുപോലെ, ഇന്ന് രാത്രി എവിടെയൊക്കെ മാറി നിന്ന് ഈ യോഗത്തിൽ എന്താ നടക്കുന്നെന്ന് കാണുക എന്ന് വീക്ഷിക്കുന്ന, ഇവിടത്തെ സ്വന്തം ആരാധനകളെ ശ്രദ്ധിക്കുന്ന, ജനലുകൾ തുറന്നിട്ട് കാത്തിരിക്കുന്ന, ദൈവശബ്ദം കേൾക്കുന്ന കുടുംബമേ, ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്ത് ഈ ശബ്ദ തരംഗം കയറി ചെല്ലുമ്പോ, ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിനകത്ത് നീറുന്ന വ്യസനങ്ങൾ, കുടുംബത്തിനകത്തുള്ള അസമാധാനത്വങ്ങൾ ഇന്ന് മാറിപ്പോകുന്നു. ഞാൻ എൻ്റെ പിതാവിനെ സ്തോത്രം വളരെ സ്നേഹിച്ചു. ഒരു ദിവസം എൻ്റെ പെങ്ങൾ വിളിച്ചു പറഞ്ഞടാ, പപ്പയെ പട്ടി കടിച്ചു, ആര് വിളിച്ചിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ പറ്റുന്നില്ല, നീ ഒന്ന് ആശുപത്രി കൊണ്ടുപോകും. ഞാനന്ന് ചെമ്പൂർ ചർച്ച ഇരിക്കുക. ചെമ്പൂരിൽ നേരെ വീട്ടിൽ വന്ന് വൈകുന്നേരം എൻ്റെ പിതാവിനെ എൻ്റെ വണ്ടിയിൽ കയറ്റി ഞാൻ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നോട് അല്പം സ്നേഹവും ബഹുമാനമൊക്കെ പിതാവിനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോകുന്ന സമയത്ത് ആ സിസ്റ്റർ നേഴ്സിനോട് പറഞ്ഞു, എൻ്റെ പപ്പ ഭയങ്കര മദ്യപാനിയാണ്, ഇനി കുടിച്ച പേ വരുമെന്ന് പറയാൻ പറഞ്ഞു. ഒരു കാര്യം കൂട്ടി ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ സിസ്റ്റർ ഒരു കാര്യം ഇവിടെ കൂട്ടി പറഞ്ഞു, അങ്കിൾ കുടിക്കുമോ, ഇനി കുടിച്ച പേ വരും, എങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് അവരും കൂടെ വരട്ടി. ഇല്ല മോളെ, ഞാൻ ഈ കുടിക്കത്തില്ല. എൻ്റെ പപ്പ വളരെ സ്നേഹത്തോടെ പറഞ്ഞു. ഞാൻ പറയട്ടെ, പപ്പ 16 ദിവസം കുടി നിർത്തി. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. എത്രയോ ദിവസം കൊണ്ട് പ്രാർത്ഥിക്കുന്നു, ദൈവം മറുപടി തന്നല്ലോ എന്നുള്ള ഭയങ്കര സന്തോഷം. 16 ദിവസം കുടിച്ചില്ല. 16ൻ്റെ അന്ന് എൻ്റെ പിതാവ് പിന്നെയും പോയി കുടിച്ചു. സ്വതം വയറിളകാൻ തുടങ്ങി, വയറിനകത്ത് അസ്വസ്ഥതയുണ്ടായി. ഞാൻ പറയട്ടെ, പോകുന്ന വഴിക്ക് സ്വതം അടുത്ത വീട്ടിലെ പട്ടി പപ്പയെ കടിക്കുവാനിടയായി. സ്തോത്രം, ഹല്ലേലൂയ. പട്ടി കടിച്ചു. സ്തോത്രം. പപ്പയ്ക്ക് ഒരു വലിയൊരു ഭയം പിന്നെയും ഉണ്ടായി. കാരണം 16 ദിവസം മുമ്പ് കടിച്ച അതേ പട്ടി ഈ പിന്നെയും കുടിച്ചപ്പോൾ 16 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും പപ്പയെ കടിച്ചു. സ്തോത്രം. അത് പപ്പയ്ക്കൊരു ഭയം തട്ടി. ഹല്ലേലൂയ. നോക്ക്, പട്ടി മറന്നില്ല കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. നോക്ക്, പപ്പയെ 2ാമത്തെ പ്രാവശ്യവും പട്ടി കടിച്ചപ്പോൾ പപ്പയ്ക്കൊരു കാര്യം മനസ്സിലായി, അല്ലെ ഇനി ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. അന്ന് എൻ്റെ പിതാവ് ഹല്ലേലൂയ മദ്യപാനം നിർത്തി, കുടി നിർത്തി. ഹല്ലേലൂയ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ഒരു നല്ലൊരു പിതാവായി എൻ്റെ അപ്പനെ ദൈവം മാറ്റി തന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാം, ഞാനൊരു ദൈവദാസനായി മാറിയപ്പോൾ എൻ്റെ കുടുംബത്തിനകത്ത് ആകമാനം ടോട്ടലി ഒരു ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടായി കേട്ടോ, വലിയൊരു മാറ്റം ഉണ്ടായി കേട്ടോ. പലരും പറഞ്ഞു, അവൻ്റെ അപ്പനെ ആദ്യം ശരിയാക്കട്ടെ, പിന്നെ പോയി സുവിശേഷ വേല ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു, ഞാൻ സുവിശേഷ വേല ചെയ്യുന്നതോടൊപ്പം എൻ്റെ അപ്പന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇതുപോലെ സുവിശേഷം നടക്കുമ്പോൾ എൻ്റെ അപ്പൻ കുടിച്ച് മതോന്മത്തനായി സ്റ്റേജിനകത്ത് കയറി വന്നിട്ട് പ്രസംഗങ്ങൾ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ ദേശീയ അപ്പയാണ്, ഞാനിവിടെ ഒത്തിരി കുടിയന്മാരെ കൊടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അവരെല്ലാം എൻ്റെ മുഖത്ത് നോക്കുക, എടാ നിന്റെ അപ്പൻ ഇങ്ങനെയാണോ, നിന്റെ അപ്പൻ ഇങ്ങനെയാണോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മുടെ ചില കുടുംബങ്ങളെ നോക്കി, നമ്മുടെ ചില വ്യക്തികളെ നോക്കി സമൂഹം വിരൽ ചൂണ്ടുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം ചിലരെ ഇന്ന് രാത്രി തൊടുന്നു, ദൈവം ചിലരെ ഇന്ന് രാത്രി തൊടുന്നു. ഇന്ന് രാത്രി നല്ല സാക്ഷ്യമുള്ളവരെ ഇന്ന് രാത്രി ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ഇന്ന് രാത്രി സാക്ഷ്യം നഷ്ടപ്പെട്ടു പോയവരെ ദൈവം സാക്ഷ്യത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഇന്ന് രാത്രി എൻ്റെ ദൈവത്തിന്റെ കരം ദൈവ ചലിക്കുമുണ്ട്. എൻ്റെ ദൈവം പ്രാർത്ഥന കേട്ടെങ്കിലും ആ ദൈവദാസൻ ചേർത്ത് നിർത്തിയ ഒരു പ്രാർത്ഥന എൻ്റെ അപ്പനെ പ്രാർത്ഥിച്ചു. അങ്ങനെ 100 ആൾക്കാരുടെ പ്രാർത്ഥന എൻ്റെ അപ്പൻ്റെ പലവേലുണ്ടായിരുന്നു, 100 പ്രാർത്ഥന എൻ്റെ മേലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഇതുവരെ എത്താൻ എൻ്റെ ദൈവം സഹായിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, 500 ദിനരാത്രം കൊണ്ട് ഈ സഭയ്ക്കകത്ത് പ്രാർത്ഥന ഉയരുകയാണ്. 500 ദിനരാത്രം കൊണ്ട്, 500 ദിവസങ്ങൾ കൊണ്ട് ഇവിടെ പ്രാർത്ഥന ഉയരുകയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് വലിയ പവറുണ്ട്, ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്, ഈ പ്രാർത്ഥനയ്ക്ക് വലിയ അധികാരമുണ്ട്, ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ദൈവമഹത്വം വെളിപ്പാടാനുണ്ട്. ഇവിടെ പറയുന്നു, മക്കളാക്കി തീർക്കുന്നു. വിശ്വസിച്ചാൽ ഇതറിയാമോ, ദൈവത്തിന്റെ മക്കളായി മാറുന്നു. സ്വതം മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ, വിശ്വസിച്ചാൽ യോഹന്നാൻ സുവിശേഷത്തിനകത്ത് 11-ാം അധ്യായത്തിനകത്ത് നമ്മൾ ചെല്ലുമ്പോൾ നല്ല 40-ാമത്തെ വാക്യം, ഒരു വീട്ടിനകത്ത് വളരെ പ്രതിസന്ധിക്കകത്ത് ഒരു വീടായിരിക്കുകയാണ്, ഒരു വീട് വലിയ പ്രതിസന്ധിക്കകത്തായിരിക്കുകയാണ്. ആകെയുണ്ടായിരുന്ന സഹോദരൻ ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചുപോയി. വളരെ വേദനിച്ചുകൊണ്ട് സഹോദരിമാർ അനാഥരായി ഒറ്റപ്പെട്ട
വെറുക്കപ്പെട്ടോട് നിൽക്കുകയാ. അന്നത്തെ കാലഘട്ടം അല്ലെ പുരുഷന്മാർ ഭവനത്തിനകത്തില്ലെങ്കിൽ ആ വീട് സമൂഹത്തിനകത്ത് വെറുക്കപ്പെടും, ത്യജിക്കപ്പെടും. മറ്റു പല ദുർവിനിയോഗങ്ങൾക്കെതിരെ അവർ സ്വന്തം പ്രവർത്തിക്കാനിടയായി തീരും. സഹോദരിമാർ അനാഥരായപ്പോ ഒറ്റപ്പെട്ടതുപോലെ നിൽക്കുമ്പോ ആ കുടുംബത്തിനകത്ത് തന്നെ കർത്താവ് ചെല്ലുകയെ കേട്ടോ. കർത്താവ് ചെന്നിട്ട് ദൈവത്തിന് മഹത്വം അതിനകത്ത് വെളിപ്പെടുത്തി. അല്ലെ കരഞ്ഞു കരഞ്ഞു നിൽക്കുന്ന മാർത്തയെ നോക്കി മറിയെ നോക്കി പറയുന്നു, വിശ്വസിച്ചാൽ മാർത്തയെ നീ വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം കാണും. ഇന്ന് രാത്രി നീ യേശുവിൽ വിശ്വസിച്ചാൽ ദൈവ മഹത്വം നീ കാണും. എന്റെ മഹത്വം ഞാൻ മറ്റൊരുത്തരും വിട്ടുകൊടുക്കത്തില്ല, എന്റെ സ്തുതി ഞാൻ മറ്റൊന്നിനും വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ കർത്താവിന്റെ മഹത്വമേറിയ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വരുന്നുണ്ട്. ചില കുടുംബങ്ങളുടെ അകത്ത് ദൈവ മഹത്വം ഇറങ്ങി വരട്ടെ, ദൈവ മഹത്വം ഇറങ്ങി വരട്ടെ, ദൈവ മഹത്വം ഇറങ്ങി വരട്ടെ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്റെ ഭവനത്തിനകത്ത് ദൈവ മഹത്വം ഇറങ്ങണം, എന്റെ ശുശ്രൂഷയ്ക്കകത്ത് ദൈവ മഹത്വം ഇറങ്ങണം. ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റ് ദൈവത്തിന് മഹത്വം വെളിപ്പെടട്ടെ, ദൈവത്തിന് മഹത്വം വെളിപ്പെടട്ടെ. ഈ ആലയത്തിനകത്ത് ദൈവ മഹത്വം വെളിപ്പെടട്ടെ. ഈ മുറ്റത്ത് കൺവെൻഷന് ദൈവ മഹത്വം ഇറങ്ങട്ടെ. നമുക്ക് ആർക്കും മഹത്വം എടുക്കാനില്ല കേട്ടോ. ഇവാഞ്ചലിസം ബോർഡിന്റെ മീറ്റിംഗ് ഞാൻ പ്രസംഗിച്ചു, ശരിയാ, അത് എനിക്ക് മഹത്വം എടുക്കാനില്ല. അവരൊരു കൊച്ചിന് അവസരം തന്നതുകൊണ്ട് അല്ലെങ്കിൽ യശോദ ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി അവർക്ക് പുകഴാനൊന്നുമില്ല. അവർക്ക് ഇങ്ങനെ ഒരു മുറ്റം ദൈവസഭ ഒരുക്കി കൊടുത്തത് കൊണ്ട് അവർക്ക് ഇങ്ങനെ യോഗം നടത്താൻ പറ്റിയത്. ഹല്ലേലൂയ. അങ്ങനെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മഹത്വം എടുക്കാനില്ല. ഈ മഹത്വം മുഴുവനും ദൈവത്തിനാണ്, ഈ മഹത്വം മുഴുവനും ദൈവത്തിനാണ്. ഇന്ന് രാത്രി ആ സഹോദരി സാക്ഷ്യം പറഞ്ഞു, അത് സ്വന്തം ദൈവത്തിന് മഹത്വമാണ്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ പറ, ഈ യോഗം കഴിഞ്ഞ ചില ദിവസങ്ങൾക്കുള്ളിൽ ദൈവത്തോട് പറ, കർത്താവ് ഈ ചില മഹത്വം ഈ പട്ടണത്തിനകത്ത് വെളിപ്പെടാറുണ്ട്. നാറ്റം അമിച്ച ചില വിഷയത്തിനകത്ത് കരയുന്ന ചില മറിയമാരുടെ, കരയുന്ന ചില മാർത്തമാരുടെ കണ്ണുനീരുകൾ തുടയ്ക്കപ്പെടുന്ന ദിനങ്ങളായി മാറട്ടെ. ഹല്ലേലൂയ. ഈ സുവിശേഷ യോഗത്തിനകത്ത് പരിശുദ്ധാത്മാവ് പറയുന്നു, ആരൊക്കെയോ എന്തൊക്കെയോ വിഷയത്തെ ചൊല്ലി കരയുന്നു. കണ്ണുനീരോടെ കരഞ്ഞ് 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 കരഞ്ഞ കണ്ണുകളുമായി ഈ ജീവിതം നീ മുന്നോട്ട് നയിക്കേണ്ടവനല്ല. ഇന്ന് രാത്രി നീ നയിക്കേണ്ടവളല്ല. ഇന്ന് രാത്രി നിന്റെ കണ്ണുനീരുകളെ മാറ്റുന്ന, നിന്റെ കണ്ണുനീരുകളെ തുളയ്ക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രി ഒന്ന് പറയാമോ? കരമുയർത്തി ഒന്ന് പറ, കർത്താവേ ആ മഹത്വം എന്റെ കൂടാരത്തിനകത്ത് ഇറങ്ങി വരട്ടെ. 4 ദിവസം കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന വേദന, 4 മാസം കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന വേദന, 4 വർഷം കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന വേദന മറ്റാരോടും പറയാ എനിക്ക് കഴിയുന്നില്ല, മറ്റാരോടും പറയാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി നീ കുറെ ഒതുക്കുന്നു, നിന്റെ വ്യസനങ്ങൾ നീ കടിച്ചമർത്തുന്നു. ശൂലേം കാലത്തി എന്ന് പറയുന്ന ഒരു സഹോദരി പ്രവാചകൻ അടുക്കലേക്ക് ചെല്ലുമ്പോ പ്രവാചകൻ പറയുന്നുണ്ട്, അവൾക്ക് ഒരുപാട് വ്യസനമുണ്ട്, അവൾ അത് മറച്ചു വച്ചിരിക്കുന്നു. ഇന്ന് രാത്രി മറച്ചു വച്ചിരിക്കുന്ന ചില കണ്ണുനീരുകൾ, മറച്ചു വച്ചിരിക്കുന്ന ചില വ്യസനങ്ങൾ ഇന്ന് രാത്രി എന്റെ കർത്താവ് കാണുന്നുണ്ട്. നിന്റെ വീടിനകത്ത് കർത്താവിന്റെ മഹത്വം വെളിപ്പെടുക കേട്ടോ. വിശ്വസിക്ക്, മറ്റാരെയും വിശ്വസിക്കണ്ട, മറ്റാരെയും നീ വിശ്വസിക്കണ്ട. നീ വൈദ്യന്മാരെ വിശ്വസിക്കണ്ട, ഡോക്ടർമാരെ വിശ്വസിക്കണ്ട, ഉന്നതന്മാരെ വിശ്വസിക്കണ്ട, അല്ലെ ശാസ്ത്രിമാരെ വിശ്വസിക്കണ്ട, പരീക്ഷന്മാരെ വിശ്വസിക്കണ്ട. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കാൻ കൊള്ളാകുന്നവൾ അല്ലെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ന്യായപ്രമാണം വിലക്കിയിട്ട് 12 വർഷക്കാലം രക്തസ്രാവം പിടിച്ച സ്ത്രീ ഹല്ലേലൂയ പുറത്തേക്ക് ഇറങ്ങി വന്നത്. യഹൂദന്മാരുടെ നിയമമനുസരിച്ച് അന്നത്തെ പരീക്ഷന്മാർ അല്ല അവിടെ പോക്കറ്റുകളിൽ കൂട്ട കല്ലുകെട്ടിലുണ്ട്. ഇങ്ങനെയുള്ള സ്ത്രീകൾ പുറത്തു വന്നാൽ ന്യായപ്രമാണം അനുശാസിക്കുന്ന കല്ലെറിഞ്ഞു കൊല്ലാൻ, കല്ലെറിയാൻ വേണ്ടി നോക്കി നിൽക്കുന്നവർ അവർക്കൊരു കാര്യം മനസ്സിലായി, എന്തായാലും വീട്ടിനകത്ത് കിടന്നാലും മരിക്കും. ഹല്ലേലൂയ. അല്ലെ പുറത്തിറങ്ങിയാലും മരിക്കും, പുറത്തിറങ്ങി ഒന്ന് മരിക്കുക. ഇന്ന് രാത്രി ആരൊക്കെ നീ പുറത്ത് ഇറങ്ങരുത് എന്ന് വിധി എഴുതിയാലോ, നിന്റെ രോഗം നിന്നെ പുറത്തിറക്കാതെ വെല്ലുവിളിക്കുമ്പോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ചില വിധി എഴുത്തുകളെ മാറ്റിക്കൊണ്ട് ഇന്ന് രാത്രി നീ പറഞ്ഞ പുറത്തിറങ്ങോ. ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിക്കുക. അയ്യോ കഷ്ടം. രാത്രി വിശ്വസിക്കാൻ പറ്റുമോ? ദൈവമഹത്വം ഇതിനകത്ത് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ദൈവമഹത്വം ഇറങ്ങുന്നുണ്ട്. ദൈവാത്മാവ് കാണിക്കുന്നു ആ തൂണിന്റെ ആ മരത്തിന്റെ ചൂട്ടിലിരിക്കുന്ന ആ ബ്രദറിനോട്, വെള്ള ഷർട്ടിട്ടിരിക്കുന്ന ബ്രദറിനോട് പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് രാത്രി സംസാരിക്കുക കേട്ടോ. ചില ദൈവമഹത്വം ഭവനത്തിനകത്ത് ഇറങ്ങാൻ പോകുന്നു കേട്ടോ. ആരൊക്കെയോ വെല്ലുവിളികളുമായി നിൽക്കുന്നുണ്ട്. ഈ ദിവസം ശക്തമായി പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ കരം കൂടാരത്തിനകത്ത് ഇറങ്ങുന്നുണ്ട് കേട്ടോ. യേശു അടുത്ത് വരുന്നുണ്ട്. ആരൊക്കെ പറയുന്നത് പുറത്തിറങ്ങില്ല,
ആരൊക്കെ പറയുന്നത് പുറപ്പിറകില്ല, നിന്നെ അകത്തിരുത്തുമെന്ന് വെല്ലുവിളിക്കുമ്പോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ദൈവം നിന്നെ പുറപ്പെടുക്കൂ. ചില മേഖലയ്ക്ക് ദൈവത്തിന്റെ കരം അനുകൂലമായിരിക്കുന്നുണ്ട്, ദൈവത്തിന്റെ കരം അനുകൂലമായിരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ചില രേഖകൾക്കെതിരെ ദൈവാത്മാവിന്റെ കരം ചലിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ദൈവമഹത്വം വെളിപ്പെടട്ടെ, ദൈവമഹത്വം വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അവിടെ ഇറങ്ങി വരും. സ്തോത്രം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആ ദൈവ മഹത്വം ഒന്ന് ഇറങ്ങി വരണം? പ്രൈസ് ദി ലോർഡ്. പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിനെ 31 വായിക്കുമ്പോ വിശ്വസിച്ചാൽ എന്തെന്നറിയാമോ? അല്ലെ കാരാഗ്രഹ പ്രമാണി വിശ്വസിക്കുമ്പോ അവിടെ അപ്പോസ്തലന്മാർ പറഞ്ഞു കൊടുത്തൊരു പദമുണ്ട്, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇതിനകത്ത് ഞാൻ പറയാം, കുടുംബത്തിനെ ഒന്നടങ്കം പണിയുന്ന ദൈവം. കുടുംബത്തെ ഒന്നടങ്കം. നീ ഒറ്റയ്ക്കായിരിക്കാം വിശ്വാസത്തിൽ ഇറങ്ങിയത്. എന്റെ അമ്മ ഒറ്റയ്ക്കാ വിശ്വാസത്തിൽ ഇറങ്ങിയത്. ഹല്ലേലൂയ. കാഞ്ഞിരംകുളം ഏജി ചർച്ചില് സ്വന്തം അമ്മ അവസാനം പ്രാർത്ഥന കിടക്കുമ്പോ ഇറങ്ങി നേരത്തെ പോകാറുണ്ട്. എന്നത് ചോദിച്ചാൽ എന്റെ പിതാവ് സ്വന്തം ഇരിക്കുന്ന അനുഭവങ്ങളെ കണ്ടിട്ട് ഭയന്നു പോയിട്ടുണ്ട്. എന്റെ പിതാവ് ആ ചർച്ചിലോട്ട് പല മേഖലയിലൊക്കെ ആ സ്വതന്ത്രം അമ്മ താമസിച്ചു വരുന്നതിന് കുറ്റവുമായിട്ട് പറയാൻ പോയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ അമ്മ ആലയത്തിനകത്ത് പോയിട്ട് വന്ന് ആരാധനയ്ക്ക് വന്ന് വീട്ടിലെത്തിയപ്പോ എന്റെ പിതാവ് കുറെ 10-22 സാരി വീട്ടിന്റെ മുറ്റത്ത് വാരിയിട്ട് ഒരുമിച്ചിട്ട് കത്തിച്ചു. ഞാനൊരു ആരാധന കഴിഞ്ഞപ്പോ എന്റെ അമ്മ വിളിച്ചോളൂ, മക്കള് നിന്റെ പപ്പ എല്ലാ സാരിയും വാരിയിട്ട് കത്തിച്ചു. ഞാൻ പറഞ്ഞു, സാരമില്ല, നിങ്ങൾക്ക് സാരി പോയി അടുത്ത സാരി ദൈവം തരും, അല്ലെ സങ്കടപ്പെടണ്ട. അപ്പൊ എന്റെ അമ്മയ്ക്ക് വിഷമം തോന്നി. അമ്മ പറഞ്ഞു, നിങ്ങളെല്ലാം അപ്പന്റെ സൈഡ് തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് കത്തിച്ചിട്ടും ഞങ്ങൾ പ്രതികരിക്കാതിരുന്നു. ഹല്ലേലൂയ. എന്തെല്ലാം പ്രയാസങ്ങളിൽ കൂടി കടന്നു പോയിട്ട് ഞങ്ങൾ അവിടെ എല്ലാം മൗനമായിരുന്നു, അറിയാമോ? ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഓർക്കുന്നു, എന്റെ അമ്മയുടെ ശവ ബോഡി ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്നും ആ വീട്ടിന്റെ മുറ്റത്തേക്ക് കൊണ്ടുവയ്ക്കുമ്പോ ഒരു നീണ്ട പാസുമാറുന്നില്ല. എന്റെ വിശ്വാസികൾ സമൂഹം ഒരുപാട് പേർ നിൽക്കുന്നു. എന്റെ പിതാവ് സ്വതം മദ്യപിച്ച് മതോന്മത്തനായി ആ വീടിന് ചുറ്റും കിടന്ന് പ്രശ്നമുണ്ടാക്കുന്നു. എന്റെ അമ്മയുടെ ആ ഡെഡ് ബോഡിയുടെ മുമ്പിൽ പ്രശ്നമുണ്ടാക്കുന്നു. വളരെ പ്രതിശാന്തികൾ. എന്റെ വിശ്വാസികളെല്ലാം എന്നെ നോക്കുന്നു, എന്താ പാസ്റ്ററെ, എന്താ ഇങ്ങനെ? ഞാൻ എന്റെ പപ്പയുടെ തോളോട് ചേർത്ത് പിടിച്ച് മറ്റു റൂമിൽ കൊണ്ടിട്ട് ഞാൻ പപ്പ, എന്റെ അമ്മ നല്ലൊരു അമ്മയാണ്, എന്റെ അമ്മയ്ക്ക് നല്ലൊരു ശവസംസ്കാര ശുശ്രൂഷ കൊടുക്കണം പപ്പ, അതിനു വേണ്ടി ദൈവം എന്നെ എന്നോട് കൂടെ നിൽക്കണേ. വളരെ വേദനയോടെ പറഞ്ഞു. ഞാൻ അന്ന് രാത്രി വലിയൊരു ശാന്തത എന്റെ പിതാവിൽ ദൈവം കൊടുത്തു. അങ്ങനെ ഒത്തിരി വേദനയുടെ അനുഭവങ്ങളിൽ കൂടി പോയപ്പോ പിന്നത്തെ ഞാൻ പറയാ, നല്ലൊരു അപ്പനാക്കി, ഞങ്ങളെ കാത്തിരിക്കുന്ന അപ്പനാക്കി, ഞാൻ താമസിച്ചു വന്ന ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന നല്ലൊരു അപ്പനാക്കി മാറ്റി. അല്ലെ സുവിശേഷ വേദി ഞങ്ങൾക്ക് സപ്പോർട്ടുള്ള ഒരു അപ്പനാക്കി മാറ്റി. ഹല്ലേലൂയ. ഒരു പ്രയോജനമുള്ളവനാക്കി മാറ്റി. അങ്ങനെ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചില നോക്കി പറയുന്നു, നീ പ്രയോജനമില്ലെന്ന് പറഞ്ഞതിന് ചില ഓരോസിമോസുമാര് ഇന്ന് രാത്രി എന്നെ രൂപാന്തരപ്പെടുത്തി ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളവനാക്കി മാറ്റുക. ഇവാഞ്ചലിസം ബോർഡിന് ചിലത് പ്രയോജനമില്ലാതിരിക്കുന്നത് കേട്ടോ. ഇന്ന് രാത്രി ചിലതിന് പ്രയോജനമുള്ളതാക്കി മാറ്റാൻ ദൈവമക്കളൊന്ന് പറ, കർത്താവേ, പ്രയോജനമില്ലാത്തതിനെ പ്രയോജനമുള്ളതാക്കി മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാമോ? നോക്കൂ, സ്തോത്രം. ഇവിടെ പറയുന്നു, ഈ കുടുംബത്തിനകത്തൊരു ദൈവപ്രവർ ഞങ്ങളുടെ വീടിനടുത്ത് ഞങ്ങളൊരു അംഗമുണ്ട്. പുള്ളിയുടെ പേര് സദാശിവൻ എന്നാണ്. ASI ആയിരുന്നപ്പോ ഒരു കൊലക്കുറ്റത്തിന് താൻ ജയിലിനകത്ത് കയറി, കാരാഗൃഹത്തിനകത്ത് കിടന്ന് നീണ്ട വർഷങ്ങൾ ജീവപര്യന്തരത്തിനകത്ത് ശിക്ഷിച്ച ഒരു മനുഷ്യനാണ്. അതിനോട് താനപ്പുറത്ത് കയറി നടന്ന ഒരു മനുഷ്യനാണ്. അവിടെ കിടക്കുമ്പോ അതിനകത്ത് കിടക്കുമ്പോ ഒരു കൂട്ടം പേർ ഇതുപോലെ ഇന്ന് രാവിലെ ഇവാഞ്ചലിസം ബോർഡിന്റെ പ്രവർത്തകർ പോയി ട്രാക്ട് കൊടുത്തതുപോലെ ആ മനുഷ്യന്റെ ജയിലിൽ കിടക്കുന്ന മനുഷ്യന്റെ അകത്ത് ആ സദാശിവൻ അങ്കിളിന് ഒരു ട്രാക്ട് കൊണ്ടുകൊടുത്തു. അതിനകത്ത് എഴുതിയിരിക്കുന്നു, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പക്ഷേ നിങ്ങൾക്ക് ആ അങ്കിളിനെ ചിലപ്പോൾ പരിചയമുള്ള ഇതിനകത്ത് കാണാം. എങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആ അങ്കിള് അടുത്ത് പരോളിന് വരുമ്പോ കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്ത്, ആ ആന്റിക്കും വിഷം കൊടുത്ത് അവരെ മരിക്കാൻ വേണ്ടി ആ അങ്കിള് തീരുമാനിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കൂട്ടം സുവിശേഷം കാരാഗ്രഹത്തിനകത്ത് ചെന്ന് സുവിശേഷം അറിയിച്ചു.
ഇന്ന് സുവിശേഷം അറിയിക്കാൻ ഒരുപാട് വിലക്കുകളാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് ഈ വിലക്കൊന്ന് നിങ്ങൾ മാറ്റിത്തരൂ. ഹല്ലേലൂയ. സുവിശേഷം അറിയിക്കാനുള്ള സ്വാതന്ത്ര്യം തരൂ. സുവിശേഷം അറിയിക്കാനുള്ള സ്വാതന്ത്ര്യം തരൂ. ഇവിടുത്തെ ഏകദേശം കുറ്റവാളികൾ ഞങ്ങൾ രൂപാന്തരപ്പെടുത്തിയെടുക്കുക. സുവിശേഷത്തെ രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ കഴിയോ? ഇന്ന് രാത്രി ഞാൻ വാതിലുകൾ, സുവിശേഷത്തിന്റെ വാതിലുകൾ തുറന്നു തരൂ. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയാത്തത് ഇന്ന് രാത്രി സത്യ സുവിശേഷത്തിന് അവരെ മാറ്റിയെടുക്കാൻ കഴിയും. ഇന്ന് രാത്രി ഈ സുവിശേഷ പ്രവർത്തനം, സുവിശേഷ പ്രസംഗമൊന്നുമല്ലോ, അത് വെറുതെ അല്ല കേട്ടോ. ദൈവം ഇതിനകത്ത് ചില ദൈവപ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആ മനുഷ്യന്റെ അകത്ത് അയ്യോ എന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമോ, അങ്ങനെയെങ്കിൽ സ്തോത്രം, എനിക്ക് അന്ന് രാത്രി ഉറങ്ങണം, താൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അന്ന് രാത്രി ദൈവം നല്ല ഉറക്കം കൊടുത്തു. എന്നാൽ ഞാൻ പറയട്ടെ, ആ മനുഷ്യനെ പിന്നത്തേത് ആ ചെയ്ത കുറ്റത്തിൽ നിന്ന് കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ആ മനുഷ്യന് സ്തോത്രം പരോൾ ലഭിച്ചു. അനുഗ്രഹിക്കപ്പെട്ടവനായി ഇന്ന് കർത്താവിന്റെ വേല, സുവിശേഷ വേല ചെയ്തു വരുന്നു. അല്ലെങ്കിൽ 3 മക്കളെ ദൈവം മാനിച്ചു. അതിലൊരാൾ പോയേസയായിട്ട് മാറി. അല്ല, അങ്ങനെ 3 കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ദൈവം പണിതു. അങ്ങനെ ഇന്ന് രാത്രി എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ആ അങ്കിളിന്റെ ജീവിതത്തിനകത്ത് മാറ്റം വരുത്തിയെങ്കിൽ, കുടുംബത്തിനകത്ത് മാറ്റം വരുത്തിയെങ്കിൽ, ഇന്ന് രാത്രി ഇവിടെ നിങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷത്തിന് ചില കുടുംബങ്ങളെ മാറ്റം വരുത്താൻ കഴിയോ? കുടുംബത്തിനകത്ത് മാറ്റം വരുത്താൻ കഴിയോ? നിന്റെ കുടുംബത്തെ തള്ളിക്കളയുന്ന ദൈവമല്ല, നിന്റെ കുടുംബത്തെ ഒറ്റപ്പെടുന്ന ദൈവമല്ല. നീ ഏത് കുടുംബത്തിലുള്ളതാകട്ടെ, നീ ഏത് സമൂഹത്തിലുള്ളതാകട്ടെ, ഇതിനകത്ത് നിന്റെ കുടുംബത്തിന് വേണ്ടിയാ എന്റെ കർത്താവ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. സ്വർഗത്തിനും ഭൂമിക്കും സകല കുടുംബത്തിനും പേർ വിളിപ്പാൻ കാരണമായ ഹല്ലേലൂയ പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന പൗലോസ് പറയുന്നുവെങ്കിൽ ഇന്ന് രാത്രി പറയാ, പിതാവിന്റെ മുൻനിർണയത്തിനകത്ത് ദേശമേ നിന്റെ ഭവനവുമുണ്ട്, നിന്റെ ഭവനവുമുണ്ട്, നിന്റെ ഭവനവുമുണ്ട്. രാത്രി കരമുയർത്തുന്ന സ്തോത്രം പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം അല്ല, നമ്മളെ മാത്രമല്ല കേട്ടോ, നമ്മുടെ കുടുംബത്തെയും രക്ഷിക്കുന്നവനാണ്, നമ്മുടെ കുടുംബത്തെയും പണിയുന്നവനാണ്, നമ്മുടെ കുടുംബത്തെയും സഹായിക്കുന്നവനാണ്. കുടുംബത്തിനകത്ത് വിശ്വസിച്ചാൽ കുടുംബമായി ഹല്ലേലൂയ കുടുംബമായി രക്ഷ പ്രാപിക്കും. യോശുവ 10 പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞങ്ങൾ ദൈവത്തെ സേവിക്കും, ഞങ്ങൾ ദൈവത്തിനായി നിലകൊള്ളും. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 1 മുതൽ വായിക്കുമ്പോൾ അവിടെ യേശു തന്റെ ശിഷ്യന്മാരുമായി പ്രാർത്ഥിക്കാൻ മറുരൂപമലയ്ക്കകത്ത് കയറിപ്പോയി, മറുരൂപമലയിൽ കയറിപ്പോയി. യേശു കൂടെ പോകുമ്പോൾ ഒന്നുകിൽ പ്രധാനികളായ ശിഷ്യന്മാരുണ്ടാകും, അല്ലെങ്കിൽ ഒരു സമൂഹം ഉണ്ടാകും, ഒരു ദേശം മുഴുവനും ഇളകിപ്പോയ സംവിധാനം ഉണ്ടായിട്ടുണ്ട്. കിടക്കയിൽ കിടക്കുന്നവരെ എടുത്തുകൊണ്ടുപോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യേശു ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി മറുരൂപമലയിൽ പോവുക. മാനുഷ്യമായ രീതിയിൽ യേശുവിനൊരു കാര്യം മനസ്സിലായി, ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. ഈ ഭൂമിയിൽ മാനുഷ്യമായ രീതി നോക്കിയാൽ പ്രാർത്ഥന ആവശ്യമാണ്. നോക്കൂ സഹോദരൻ, അങ്ങനെ ഈ മറുരൂപമലയിൽ യേശു പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയൊക്കെ യേശുവിന്റെ കൂടെ നിൽക്കുന്നവരാണ്. അവരെ ഉത്തരവാദിത്തങ്ങളിലേക്ക് കൊണ്ടുപോയി കേട്ടോ. ഹല്ലേലൂയ സഹോദരൻ, ഞാൻ പറയാം, ഉത്തരവാദിത്തം കൂടുന്തോറും, ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും തോറും ഹല്ലേലൂയ നമുക്ക് റെസ്റ്റ് ഇല്ലാതെ പോകേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരും, പ്രതിസന്ധികൾ ഏൽക്കേണ്ടി വരും, പ്രതികൂലങ്ങൾ ഏൽക്കേണ്ടി വരും. ഏത് സമയത്തും നമ്മൾ സജ്ജരായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, പകൽ മുഴുവനും യേശു ശുശ്രൂഷിക്കുന്നു, രാത്രി സമയങ്ങളിൽ നിർജ്ജന പ്രദേശങ്ങളിൽ വാങ്ങിപ്പോകുന്നു. അങ്ങനെ യേശു പ്രാർത്ഥിക്കാൻ മറുരൂപമലയിൽ പോകുമ്പോൾ അവിടെ സ്തോത്രം മോശയും ഏലിയാവും അവിടെ പ്രത്യക്ഷരായി. യേശു രൂപാന്തരപ്പെട്ടു മിന്നുന്ന ഹല്ലേലൂയ വെളിച്ചമായി, പ്രകാശമായി യേശുവിന്റെ വസ്ത്രം ശോഭിച്ചു. പ്രകാശഭരിതമായി യേശു മാറി. യേശു മാറിയപ്പോ പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നു, കർത്താവേ, നമുക്കിവിടെ ഒരു 3 കുടിൽ കെട്ടാം, നമുക്ക് ഇവിടെ കുടിൽ കെട്ടി ഇവിടെ ഒന്ന് പാർക്കാമെന്ന് പറയുമ്പോ കർത്താവ്, എടാ പത്രോസേ, ഞാൻ കുടിലിനകത്ത് ഒതുങ്ങാൻ വേണ്ടി വന്നവനല്ല. ഹല്ലേലൂയ, ഞാൻ കുടിലിനകത്ത് ഒതുങ്ങാൻ വേണ്ടി വരുന്നവനല്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പലരും കർത്താവിന് പല മേഖലയിൽ ഒതുക്കി നിർത്തിയിരിക്കുമ്പോ പല കുടിലിന്റെ അകത്ത് ആക്കാൻ യേശുവിനെ നോക്കുമ്പോ ഇന്ന് രാത്രി ഞാൻ പറയാ, എന്റെ കർത്താവ് ഒരു കുടിലിനകത്ത് ഒതുങ്ങിയവനല്ല. എന്റെ കർത്താവ് കുടിലിനകത്ത് ഇറങ്ങിയവനല്ല. കാലിത്തൊഴുത്തിൽ ജനിച്ചവൻ അല്ലെ, രാജാതിരാജാവായ കർത്താവായ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്.
പത്രോസ് പറയുന്നു, കർത്താവേ, നമുക്ക് ഇവിടെ ഇരിക്കുന്നത് ഏറെ നല്ലത്. മോശയ്ക്കും ഏലിയാവിനും നിനക്കൊരു കൂടാരം അടിച്ച് അതിനോടൊപ്പം നിന്നെയും ഇരുത്താം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി മോശയുടെ ഒപ്പം ഇരുത്തേണ്ടവനല്ല നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഏലിയാവിനോടൊപ്പം നിർത്തേണ്ടവനല്ല നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. നമുക്ക് പത്രോസ് ഏലിയാവിനും മോശയ്ക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്റെ ശബ്ദം പുറപ്പെടുവിച്ചു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, അവന് ചെവി കൊടുപ്പി, അവൻ പറയുന്നത് കേൾപ്പി, അവൻ പറയുന്ന അനുസരിപ്പി. അവന്റെ ശബ്ദത്തിന് പ്രാധാന്യം കൊടുക്കാൻ, യേശുവിന്റെ ശബ്ദത്തിന് പ്രാധാന്യം കൊടുക്കാൻ, ഇവന്റെ വാക്കിന് പ്രാധാന്യത കൊടുക്കാൻ സ്വർഗത്തിലെ ദൈവം ശബ്ദമുയർത്തി പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ തട്ടി ഉണർത്തി ഹല്ലേലൂയ ബലപ്പെടുത്തുക. നിങ്ങൾ യേശുവിന്റെ ശബ്ദത്തിന് വാക്ക് കൊടുക്കുക, ചെവി കൊടുക്കുക, ശ്രദ്ധിക്കുക. ഏലിയാവിനും മോശയ്ക്കും ഒക്കെ ശ്രദ്ധ കൊടുക്കേണ്ടതിന് ഇവരെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. മോശയ്ക്കും ഏലിയാവിനും കൊടുക്കാം. പക്ഷെ ഇവർ പറയുക, കർത്താവ് ദൈവം പറയുക, ഇവനും ശബ്ദം കൊടുക്കുക, ഇവൻ ഇവന്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മറ്റുള്ളതിനെയൊക്കെ വിട്. മോശയും ഏലിയാവിനെയൊക്കെ വിട്ടിട്ട് യേശുവിന് പ്രാധാന്യത കൊടുക്കുക. ഹല്ലേലൂയ. യേശുവിന് പ്രാധാന്യത കൊടുത്താലുണ്ടല്ലോ, ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. കർത്താവ് എവിടെ വന്നിട്ടുണ്ടോ അവിടെ ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടിട്ടുണ്ട്. മഞ്ചൽ ചുമന്നുകൊണ്ട് പോയപ്പോ നയീന്റെ വിധവയ്ക്ക് വേണ്ടി ഹല്ലേലൂയ കർത്താവ് മഞ്ചലെ തൊട്ടപ്പോ അതിനകത്ത് മരിച്ച വിഷയങ്ങൾ എഴുന്നേറ്റ് നിന്നെങ്കിൽ, ഇന്ന് രാത്രി ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ മരിച്ചുപോയ ചില വിഷയത്തിനകത്ത് പോലും, ജീവനില്ലാത്ത വിഷയത്തിന് പുറത്ത് പോലും ഇന്ന് രാത്രി എന്റെ ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? നമ്മുടെ ദൈവം വലിയവനാണ്. ഹല്ലേലൂയ. രൂപാന്തരപ്പെടുക. യേശു മറുരൂപമലയിൽ രൂപാന്തരപ്പെടുമ്പോൾ പത്രോസിന്റെ വിധിയെഴുത്തുകളെല്ലാം മാറ്റി. കാരണം എന്നറിയാമോ, യേശു വന്നത് ഇവിടെ ഒന്ന് ഒതുങ്ങി എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാൻ വേണ്ടിയല്ല. ഇവിടെ ഒതുക്കാൻ വേണ്ടി പലരും ശ്രമിച്ചു. ഇവിടെ രാജാവാക്കാൻ നോക്കി, ഇവിടെ നേതാവാക്കാൻ നോക്കി, ഇവിടെ സ്തോത്രം ഹല്ലേലൂയ ഇവിടെ ഒതുക്കി നിർത്താൻ പല മേഖലകളിൽ പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും യേശുവിനൊരു ആഗ്രഹമുണ്ട്. എന്തിനു വേണ്ടിയാണോ ഈ താണഭൂമിയിലേക്ക് വന്നത്, അത് എന്തിനു വേണ്ടിയാണോ ഈ സ്വർഗം വിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്, മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനുമായി സ്വർഗം വിട്ടിറങ്ങിയത്, അത് ഇവിടെ ഒതുങ്ങി തീരാനല്ലോ. ഇന്ന് രാത്രി ദൈവ കുഞ്ഞുങ്ങളോട് പറയാ, ഇവിടം കൊണ്ട് ഒതുങ്ങുന്നതിന് ക്രിസ്ത്യയെ നയിക്കാനല്ല ഇന്ന് രാത്രി എന്റെ ദൈവം എന്നെ നിങ്ങളെ വിളിച്ചിറക്കിയത്. ഇവിടത്തെ ഒരു ജീവിതം അവസാനിക്കട്ടോ. 70 ഏറെയായാൽ 80 മാത്രം. ഈടുമായിസ് അതിന്റെ കഷ്ടതകൾ, പ്രതാപവും പ്രയാസവും ഒക്കെ എന്ന പാട്ടുകാരൻ പാടുന്നു. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്നത് ഓർക്കാവോ, നമുക്കറിയാൻ പറ്റത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാ, നമ്മൾ ഈ പ്രാർത്ഥനകൾ വീട്ടിലെത്തുമെന്ന് നമുക്കാർക്കും ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മുടെ കർത്താവ് ഹല്ലേലൂയ സ്വന്തം മേഘങ്ങളിൽ വരുമ്പോ കർത്താവിനോടൊപ്പം വസിക്കണമെങ്കിൽ, കർത്താവിനോടൊപ്പം പോകണമെങ്കിൽ, ഹല്ലേലൂയ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് ശിഷ്യന്മാരോട്, അല്ലെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ പറയാ, മരണത്തിന്റെ മേൽ അധികാരമുള്ളവർ, പിശാചിന്റെ മേൽ അധികാരമുള്ളവർ, ലോകത്തിന്റെ മേൽ അധികാരമുള്ളവർ, ഈ അധികാരിയായ കർത്താവിന് തന്റെ പരശുശ്രൂഷയുടെ കാലയളവിൽ 40 ദിവസം യേശു ഉപവസിച്ച് പ്രാർത്ഥിച്ച് പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് മരുഭൂമിയിലേക്ക് നടത്തപ്പെടുമ്പോൾ പിശാച് യേശു ഉയർന്നൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ കൊണ്ടുപോയിട്ട് പറയുന്നു, ഈ കാണുന്നതെല്ലാം നിനക്ക് തരാം, ഈ കാണുന്നതെല്ലാം നിനക്ക് തരാം, ഈ കാണുന്നതെല്ലാം നിനക്ക് തരാം. നീ എന്നെ ഒന്ന് വണങ്ങി നമസ്കരിക്ക്, നീ ഒന്ന് വണങ്ങി നമസ്കരിക്ക്. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ ദൈവമായ യഹോവയല്ലാതെ മറ്റാരെയോ ആരാധിക്കരുത്, നമസ്കരിക്കരുത് എന്ന് പറഞ്ഞ് വചനം കൊണ്ട് കർത്താവ് പൈശാചിക തലത്തെ ജയിച്ചുവെങ്കിൽ ഇന്ന് രാത്രി വചനത്തെ ഉരുവിടുന്ന വചനം കൊണ്ട് പൈശാചിക ശക്തികളെ തകർക്കാനുള്ള ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. പ്രലോഭനങ്ങൾ വരാം, വാഗ്ദാനങ്ങൾ വരാം, വാഗ്ദത്വങ്ങൾ വരാം, ചിലപ്പോൾ അത് ഇതൊക്കെ തരാം, സർട്ടിഫിക്കറ്റ് കൊണ്ടുകൊടുത്താൽ അത് തരാം, ഇത് തരാം, അങ്ങനെ തരാം, ഇങ്ങനെ തരാം എന്നൊക്കെ പറയാം. ഇന്ന് രാത്രി ഞാൻ പറയാം, ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയോ, ഒരു ജോലിക്ക് വേണ്ടിയോ, ഒരു മറ്റൊന്നിനു വേണ്ടിയോ ഇന്ന് രാത്രി യേശുവിനെ തള്ളി പറയരുത്. ഇന്ന് രാത്രി എന്റെ ദൈവം നിനക്ക് ജോലി തരാൻ ശക്തനാണ്, എന്റെ ദൈവം നിനക്ക് വരുമാനം തരാൻ ശക്തനാണ്, എന്റെ ദൈവം നിന്റെ കുടുംബത്തെ പണിയാൻ ശക്തനാണ്, എന്റെ ദൈവം അനാഥരെ വിധവമാരെ കൈവിടാത്ത ദൈവമാണ്.
കരമുയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം പറയാമോ? നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയാമോ? ഇന്ന് രാത്രി സ്തോത്ര ദൈവത്തിന്റെ മഹത്വം ഈ പട്ടണത്തിനകത്ത് ഇറങ്ങി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ എന്തെന്നറിയാമോ? പുറപ്പെട്ട് ഇന്ന് രാവിലെ മുതൽ ഇവാഞ്ചലിസം ബോർഡ് പുറപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പല സ്ഥലത്തു നിന്നും പല ദേശങ്ങളിൽ നിന്നൊക്കെ പ്രവർത്തകർ ഇവിടെ ഒന്ന് അണിനിരന്ന് ഇങ്ങനെ ശക്തമായി ഇന്ന് പകലും ഇന്ന് ഈ രാത്രിയിലൊക്കെ ഇവിടെ ഇത് കഴിഞ്ഞ ആഴ്ചയൊക്കെ പുറകെ വീടുകളെത്തുമ്പോൾ ഒരു സമയമാകും. ഇവർ രാവിലെ പുറപ്പെട്ടു. എന്തെന്നറിയാമോ? കർത്താവ് കൊടുത്തൊരു മഹാനിയോഗത്തിനു വേണ്ടി. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പൊ പ്രിയേകനായ ദൈവത്തെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരുപോലെ പ്രാതിനിധ്യം കൊടുക്കുന്ന ദൈവവചന സത്യങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പ്രാധാന്യത കൊടുക്കുന്നു. യേശു യോർദാനിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ യോഹന്നാൻ വിലക്കുന്നു. അയ്യോ, നീ എന്റെ കൈ കൊണ്ട് സ്നാനപ്പെടണ്ട. ഇതെല്ലാം പള്ളി നീക്കിക്കൊണ്ട് യേശു സ്ഥാനക്കടവിലേക്ക് ഇറങ്ങുമ്പോ അവിടെ സ്വന്തം 3 മേഖലകൾ ഒരുപോലെ വെളിപ്പെട്ട് നിൽക്കുന്നു. പുത്രൻ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നു. പിതാവായ ദൈവത്തിന്റെ ശബ്ദം സ്വർഗ്ഗത്തിൽ കേൾക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ യേശുവിന്റെ മേൽ ഇറങ്ങി വരുന്നു. ഒരുപോലെ നാം നമ്മുടെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ദൈവത്തിന്റെ അതേ സാന്നിധ്യം ആ യോർദാനിൽ ഇറങ്ങി വന്നു. പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ഒരുപോലെ സമ്മേളിച്ച ഇടമാണ് യേശുവിന്റെ സ്നാന ശുശ്രൂഷയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. അങ്ങനെ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ് ഒരുപോലെ സാക്ഷ്യം പറയുന്ന ഒന്നാണ് ദൈവവചനത്തിന്റെ അടിസ്ഥാന സ്നാനം. പലർക്കും മനസാന്തരപ്പെടും, പള്ളിയിൽ വരും, പ്രാർത്ഥിക്കും, ആരാധിക്കും, രോഗസൗഖ്യം കിട്ടും, വിടുതൽ കിട്ടും, ആശ്വാസം കിട്ടും, പല കാര്യങ്ങൾ നടക്കും. പക്ഷേ അടുത്ത പടിയിലോട്ട് അവർ പോകത്തില്ല. സ്നാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഒരിക്കൽ സ്നാനപ്പെട്ടതാണ്. ഒരു സ്ഥാനമല്ലേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയാം, ഒരു സ്ഥാനമേ ഉള്ളൂ. പക്ഷേ എങ്കിലും നമുക്കറിയാം ഇന്ന് ഒരുപാട് സ്ഥാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഭാര്യയും ഭർത്താവും ജീവിച്ചിരിക്കാൻ അടുത്ത ജന്മത്തിൽ അവർക്ക് ഒരുമിച്ച് വരാൻ വേണ്ടി ഭാര്യയും ഭർത്താവും തമ്മിൽ തോർത്തുകൾ കൊണ്ട് തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് പോയി കുളിക്കുന്ന സ്ഥാനമുണ്ട്. പല മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുക. അല്ല, അവർക്കൊരു ആഗ്രഹം അടുത്ത ജന്മത്തിലും അവർക്ക് ഭാര്യ ഭർത്താവ് ഒരുമിച്ച് വരണം. അതിനുവേണ്ടി സ്ഥാനപ്പെടുന്നവരുണ്ട്. സ്തോത്രം. അങ്ങനെ പല സ്ഥാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ആ സ്ഥാനത്തിലൊന്നും ദൈവം പ്രസാദിക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് അടുത്തൊരു ജീവിതം കർത്താവിനോടൊപ്പമാണ്. നമ്മുടെ കർത്താവിനോടൊപ്പമാണ്. അടുത്ത നമുക്ക് ഭൂമിയിൽ വന്ന് ഹല്ലേലൂയ, സ്തോത്രം, ഭാര്യ ഭർത്താവായി ജീവിക്കാമെന്നുള്ള വ്യാമോഹങ്ങളൊന്നും വേണ്ട. ഹല്ലേലൂയ. അടുത്തിവിടെ വന്ന് തിന്നും കുടിച്ച് മാനം വെച്ച് ജീവിക്കാമെന്നുള്ള ഒരു വ്യാമോഹം നമുക്ക് വേണ്ട. ഹല്ലേലൂയ. ഈ ഒരാഴ്ച നമുക്കുള്ള സോദരാ ദൈവത്തെ ആരാധിപ്പാ. ഈ ഒരാഴ്ച നമുക്കുള്ള സോദരാ ദൈവത്തിനാ ജീവിക്കാൻ. അപ്പൊ നമുക്ക് ഈ ഒരു കൊച്ചാഴ്ച, ഒരു കുഞ്ഞാഴ്ച, എന്നോട് ഒരു പക്ഷി ശാസ്ത്രജ്ഞൻ എൻ്റെ കൈ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, മക്കളെടാ, നിനക്ക് 22 വയസ്സ് വരെ എൻ്റെ തത്തയ്ക്ക് തെളിയുന്നുള്ളൂ. അതിനുശേഷം എന്താണെന്ന് തെളിയുന്നില്ല. അത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? മരണം വരെ സംഭവിക്കാം. ഞാൻ പറയട്ടെ, ഈ വാക്കുകൂടി കേട്ടപ്പോഴാണ് കൂടുകൾ തകർന്നത്. എന്തായാലും ഒരു കാര്യം മനസ്സിലായി. തത്തയും പറഞ്ഞു, ഇനി ഞാൻ രക്ഷപ്പെടില്ല. ഹല്ലേലൂയ. ഞാൻ തത്തയുടെ വാക്ക് കേട്ട് ഞാൻ പൊട്ടനായി മാറി. ഹല്ലേലൂയ. ഇന്ന് രാത്രി പലരുടെയും വാക്ക് കേട്ട് പലരും പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുക, പലരും പൊട്ടികളായിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നിന്നെ പൊട്ടനാക്കുന്ന, നിന്നെ പൊട്ടിയാക്കുന്ന അല്ലെ പലവിധ സംവിധാനങ്ങളെ എടുത്തു മാറ്റിയിട്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ മുഖത്തേക്ക് ഇന്ന് രാത്രി നോക്കിയാലുണ്ടല്ലോ, ദൈവം നിന്നെ വിടുവിപ്പാൻ ശക്തനാണ്. ദൈവത്തിന് മാത്രമേ നമ്മളെ വിടുവിപ്പാൻ കഴിയൂ.
ദൈവത്തിന് മാത്രമേ നമ്മളെ രക്ഷിപ്പാൻ കഴിയൂ. മറ്റൊന്നിനും നമ്മളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. രക്ഷ എഴുതി കെട്ടിയത് കൊണ്ടോ, അല്ല സഭയിൽ പോയി ശബ്ദമിട്ടാൽ എന്ത്, മക്കയിൽ പോയി മടങ്ങി വന്നാലെന്ത്, യെരൂശലേമിൽ പോയി വന്നാലെന്ത്, ശുദ്ധമനം വേണ്ടായോ? മനുഷ്യ മനസ്സിന് ശാന്തിയില്ലാത്ത, മുഖത്ത് ശോഭയില്ലാത്ത നീ യേശുവിനെ സ്വീകരിക്കുമോ? പാപത്തിന്റെ ദാസനായതെന്ത്, പീഡിയുടെ പിടിയിലായതെന്ത്, മദ്യത്തിന് നീ മത്തനായതെന്ത്, വോട്ട് വാങ്ങാൻ വോട്ട് വാങ്ങിയതെന്ത്, തക്കൂലിക്ക് വേണ്ടി മായം ചേർത്തതെന്ത്? ഇന്ന് രാത്രി ചില പ്രവർത്തികളെ നീ വിട്ടൊഴിഞ്ഞിട്ട് ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധിയിലേക്ക്, കർത്താവിൽ വിശ്വസിക്ക്. എന്നാൽ നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കോ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഈ നല്ല കർത്താവിനെ നമ്മൾ അറിഞ്ഞതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നത്. ഈ കർത്താവിനെ അറിഞ്ഞതുകൊണ്ടല്ലേ നമുക്ക് അംഗീകാരങ്ങൾ മുഴുവൻ ലഭിച്ചത്. ഈ കർത്താവിനെ അറിഞ്ഞതുകൊണ്ടല്ലേ സ്വന്തം നല്ല കുപ്പായങ്ങളൊക്കെ ഇട്ടത്. അല്ലേലും ഈ കർത്താവിനെ അറിഞ്ഞതുകൊണ്ടല്ലേ നല്ല തലമുറകളെ കിട്ടിയത്. ഈ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ സിസ്റ്ററെ ഒരു കൂട്ടം പേർ ഉള്ളത് കൊണ്ടല്ലേ ഇന്ന് രാത്രി ഇവിടെ ഒന്ന് മടികൂടാതെ സാക്ഷ്യം പറഞ്ഞത്. ഹല്ലേലൂയ. ഈ കർത്താവ് ഇന്നും ജീവിക്കുന്നു കേട്ടോ. ഈ കർത്താവ് ഇന്നും ജീവിക്കുന്നു കേട്ടോ. ഈ കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. അദൃശ്യമണ്ഡലങ്ങളിൽ പോരാടുന്ന ഇരുളിലെ ശക്തികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ മകത്വത്തിനകത്ത് ഇറങ്ങി വരട്ടെ. സ്നാനത്തിലേക്ക് സ്നാനപ്പെട്ടെങ്കിലേ പറ്റൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാമോ? ഇന്ന് സ്നാനത്തിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മൾ യേശു ജനിച്ചു എന്ന് വിശ്വസിക്കുന്നെങ്കിൽ, യേശു മരിച്ചു എന്ന് വിശ്വസിക്കുന്നെങ്കിൽ, യേശു പിന്നെ വരുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, യേശുവിൻ്റെ വചനം സത്യമാണെങ്കിലും ആ വചനത്തിനകത്ത് യേശു സ്നാനപ്പെട്ട് മാതൃക കാണിച്ചെങ്കിൽ ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. ഇനി താമസിക്കരുത്. അടുത്തൊരു യോഗമാകട്ടെ എന്ന് ചിന്തിക്കരുത്. അടുത്തൊരു മാസമോ അടുത്തൊരു വർഷമാകട്ടെ എന്ന് ചിന്തിക്കരുത്. അടുത്ത ദൈവം എന്നോട് ഇടപെടട്ടെ. ചിലർ ദൈവം ഇടപെടുമ്പോൾ ഞാൻ സ്നാനപ്പെടാം, ദൈവം ഇടപെടുമ്പം ഞാൻ സ്നാനപ്പെടാം. പിന്നെ ദൈവം ഇടപെട്ടതാണ് ഇന്ന് രാത്രി ഏകദിന ശുശ്രൂഷയ്ക്കകത്ത് അല്ലെ 500ാമത്തെ പ്രാർത്ഥനയിൽ പ്രിയ സഹോദര നേർച്ച കൺവെൻഷനകത്ത് ഒരു മഹാനിയോഗത്തോടെ ഇന്ന് രാത്രി ഞാനും വിളിച്ചു പറയുന്നു, ഇത് നിനക്കുള്ള ദൂതാണ്. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ഹല്ലേലൂയ കർത്താവിന്റെ ഹല്ലേലൂയ സന്നദ്ധയിൽ വന്ന് മുഴങ്കാൽ മടക്കി പരിശുദ്ധാത്മാവ് പ്രാപിച്ച് അഭിഷേകം പ്രാപിച്ച് ആത്മനിറവ് പ്രാപിച്ച് ആത്മാവിലെ സത്യത്തിലും ആരാധിച്ച് വേർപെട്ടു ദൈവത്തെ ആരാധിച്ച് ഉപദേശം കൈക്കൊണ്ട് അപ്പോസ്തലന്മാരെ കൂട്ടായ്മയ്ക്കകത്ത് വന്ന് ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ തയ്യാറായ ഞാൻ പറയാം, ആ സഹോദരി ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് കടന്നപ്പോ ഒരു കൂട്ടം പേര് ദൈവമക്കൾ മുഴങ്കാൽ മടക്കാൻ പ്രാർത്ഥിക്കാൻ ഒരു സഭയുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞങ്ങൾക്കിട്ടിരിക്കുന്ന പേര് പ്രാർത്ഥനക്കാര്, ഞങ്ങൾക്കിട്ടിരിക്കുന്ന പേര് പ്രാർത്ഥനക്കാര്, ഞങ്ങൾക്കിട്ടിരിക്കുന്ന പേര് പ്രാർത്ഥനക്കാര്. ഇന്ന് രാത്രി ലോകത്തിനറിയാം, വൈദ്യശാസ്ത്രത്തിനറിയാം, അവർക്കറിയാം പ്രാർത്ഥനയ്ക്ക് വലിയ പവറുണ്ട്, പ്രാർത്ഥനയ്ക്ക് വലിയ പവറുണ്ട്, പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയാം, ഇവിടെ ഉയർന്നു വരുന്ന പ്രാർത്ഥനയുടെ സാന്നിധ്യം ഉണ്ടല്ലോ. പ്രാർത്ഥനയുടെ മഹത്വം തിരിച്ചറിയുന്ന ദൈവമക്കൾ ഒന്ന് കരമുയർത്തുന്ന ദൈവത്തിന് സ്തോത്രം പറയാമോ? ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയുടെ കരം നമ്മുടെ കൂടാരത്തിനകത്ത് വെളിപ്പെടട്ടെ. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് പ്രാർത്ഥന ജീവിതം നയിച്ച് അല്ലെ ആത്മനിറവിൽ ആരാധിച്ച് വേർപെട്ട് ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോയാലുണ്ടല്ലോ കർത്താവ് വരുമ്പോ കാഹളം ധരിക്കുമ്പോ കർത്താവിനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകും. അങ്ങനെ ഭാഗ്യം കാത്തിരിക്കുന്ന ദൈവമക്കൾ, അങ്ങനെ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ആ കരമുയർത്തിയെന്ന് ദൈവത്തിന് സ്തോത്രം പറയാമോ? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും ഏവളെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഭയാനകരമായ തീപ്പൊയ്ക്കകത്ത് വീഴാതിരിപ്പാൻ വലിയൊരു സ്തോത്രം. ഹല്ലേലൂയ. പ്രതികാര ദിവസത്തിനകത്ത് അകപ്പെട്ടു പോകാതിരിപ്പാൻ ഈ ഏകദിന സുവിശേഷ യോഗം നമ്മുടെ ജീവിതത്തിനകത്ത് വഴിത്തിരിവായി മാറട്ടെ. 2008 ഫെബ്രുവരി 5-ാം തീയതി ഇതുപോലൊരു യോഗത്തിനകത്ത് ഞാൻ പോയത് എന്റെ ജീവിതത്തിനകത്ത് വഴിത്തിരിവായത്. എനിക്ക് ജീവിക്കുവാൻ ആശ തന്നത്, എന്നെ ജീവിക്കുവാൻ എന്റെ ജീവിതത്തിലേക്ക് കരം പിടിച്ചുയർത്തിയത്. അങ്ങനെ ഈ യോഗം നിന്റെ ജീവനിലേക്ക് കരം പിടിച്ചുയർത്തുന്നു. ആരൊക്കെയോ നിന്നെ ചവിട്ടിത്താറ്റാൻ നോക്കുമ്പോ, ആരൊക്കെയോ നിന്നെ ഇല്ലാതാക്കാൻ നോക്കുമ്പോ, ആരൊക്കെയോ നിന്നെ വേദനിപ്പിക്കാൻ നോക്കുമ്പോ, മതത്തിലെ ചട്ടക്കൂടിനകത്ത് നിന്നെ ഒതുക്കാൻ നോക്കുമ്പോ, പാരമ്പര്യ ചട്ടക്കൂടിനകത്ത് നിന്നെ
ഒതുക്കാൻ നോക്കുമ്പോൾ അതിനെല്ലാം പൊളിച്ചുകൊണ്ട് ഇന്ന് രാത്രി എന്റെ കർത്താവ് മനുഷ്യനിർമ്മിതമായ കല്ലറകളെ എല്ലാം ഭേദിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഉയർത്തെഴുന്നേറ്റവൻ, ഇന്നും ജീവിക്കുന്നവൻ. ആ കരം ഉയർത്തുന്ന പറ, എന്റെ കർത്താവ് ജീവിക്കുന്നു, എന്റെ കർത്താവ് ജീവിക്കുന്നു, എന്റെ കർത്താവ് ജീവിക്കുന്നു. അല്ല, യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചോ. അല്ല, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയോ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവേ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. രാത്രി എനിക്ക് സമയം ഹല്ലേലൂയ സ്തോത്രം അവസാനിക്കുന്നു. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്താം, നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. എനിക്ക് പ്രതിസന്ധികൾ വരുമ്പോ, വിഷമങ്ങൾ വരുമ്പോ, സങ്കടങ്ങൾ വരുമ്പോ ഞാൻ പറയാണ്ട്, കർത്താവ് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കുടുംബത്തിൽ ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിന് വേണ്ടി വന്നു, ഹല്ലേലൂയ എന്നെ കൈവിടല്ലേ, എൻ്റെ കരം പിടിക്കണമേ എന്ന് പല സമയങ്ങളിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോ എനിക്ക് കരം തന്ന ഒരു ദൈവമുണ്ട്, എന്നോട് കൂടെയുള്ള ദൈവമുണ്ട്. പൗലോസ് പറയുന്നു, എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ എല്ലാവരും എന്നെ കൈവിട്ടു, എന്നാൽ കർത്താവോ എൻ്റെ പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിക്കേണ്ടതിന് എന്നോട് കൂടെയിരുന്നു. ഇന്ന് രാത്രി ഈ മാസത്തിൽ ഇവാഞ്ചലിസം ബോർഡിനോട് ദൈവം കൂടെയുണ്ട്, അതിന്റെ പ്രവർത്തകരോട് ദൈവം കൂടെയുണ്ട്, ഈ സഭയോട് ദൈവം കൂടെയുണ്ട്, സാക്ഷ്യം പറഞ്ഞ കുടുംബത്തോട് ദൈവം കൂടെയുണ്ട്. കടന്നോ ദൈവജനമേ, നിങ്ങളോട് ദൈവം കൂടെയുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന ദേശമേ, നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആദാമിയ പാപത്തിന്റെ പാപം മുഴുവനോ തന്റെ ചുമലിൽ ഏറ്റുകൊണ്ട് യെരൂശലേമിന്റെ തെരുവീഥികളിൽ കൂടി കഷ്ടമനുഭവിച്ച് വീട് എഴുന്നേറ്റും. നമുക്ക് സ്വർഗാരോഹണം ചെയ്തപ്പോൾ കണ്ടപ്പോൾ എല്ലാവർക്കും എളുപ്പം. ഹല്ലേലൂയ. സ്വർഗാരോഹണം ചെയ്തു പോയ ഒരു പുനരുത്ഥാനം പ്രാപിച്ചു പോയപ്പോൾ എല്ലാവരും കാഴ്ച പോലെ കണ്ടു നിൽക്കുക. ഇതുപോലൊരു കാഴ്ച ഉണ്ടായിരുന്നു 40 ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു കാഴ്ച ഗബതയുടെ കൽപ്പളത്തിൽ ഇറങ്ങിയതുപോലെയല്ല ആ കൽപ്പളത്തിൽ പുറത്തേക്ക് വന്നത്. റോമൻ പടയാളികൾ അവരുടെ ഇഷ്ടത്തിന്, അവരുടെ ആരോഗ്യത്തിന് അനുസരിച്ച് തല്ലിച്ചതച്ച് ശരീരത്തെ ചാട്ടുപാടുകൾ കൊണ്ട് അടിച്ച് മുറിവേൽപ്പിച്ച് അല്ലെ ഒരു മാംസപിണ്ഡം പോലെ ആ ഗബതയുടെ കൽപ്പളത്തിൽ യേശു സ്വതം പുറത്തേക്ക് വരുമ്പോ ഇറങ്ങിയതുപോലെയല്ല എൻ്റെ കർത്താവ് കയറി വന്നത്. എൻ്റെ കർത്താവ് കയറി വന്നത്. ആ കാണുന്നവരൊക്കെ മുഖം മറച്ചു കളയുന്നു. എനിക്കവനെ കാണണ്ട, ഈ മുഖം എനിക്ക് കാണണ്ട, ഈ ശരീരം എനിക്ക് കാണണ്ട, ഈ അവസ്ഥ എനിക്ക് കാണണ്ട. നമ്മൾ മനുഷ്യമായ രീതികളിൽ ചിന്തിക്കുമ്പോൾ ഒരമ്മ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ഹൃദയം പൊട്ടിക്കൊണ്ട് എൻ്റെ മോന്റെ അവസ്ഥ ഇതാണോ? മനുഷ്യമായ രീതിയിലാണ് അത് ചിന്തിക്കണേ. മനുഷ്യമായ രീതിയിലാണ് ഞാൻ പറയുന്നത്. ഒരമ്മ വേദനയോടെ ഒരു 33 വയസ്സുകാരന്റെ ഹല്ലേലൂയ സ്വന്തം വേദന അനുഭവിക്കുന്ന ശരീരത്തെ കണ്ട് യെരൂശലേമിലെ തെരുവീഥികളിൽ കൂടി ഒരു 33.5 വയസ്സുകാരൻ അല്ലെങ്കിൽ വേദനയോടെ അല്ലെ ഒരു യൗവനക്കാരൻ നടന്നു നീങ്ങുമ്പോ ആ ഒരു ചിന്ത ഇന്ന് രാത്രി നമ്മുടെ അകത്ത് വെളിപ്പെടും കേട്ടോ. ഈ ഏകദിന യോഗത്തിനകത്ത് സ്വർഗാരോഹണം ചെയ്തു പോകുമ്പോൾ കർത്താവ് പറഞ്ഞ വാക്കുകൾ നമുക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച യേശുവിനുള്ള സ്നേഹമുണ്ടെന്നുള്ള വ്യാജമാണ്. യെരൂശലേമിന്റെ തെരുവീഥികളിൽ കൂടി യേശു പച്ചപ്പന്മാരെ കുരിശുമായി ഒരു 33.5 വയസ്സുകാരൻ തന്നെക്കാൾ ഭാരമുള്ള ഒരു പച്ചപ്പന്മാരെ കുരിശുമായി നടന്നു നീങ്ങുന്നു. യേശുവിന് പറയാനുണ്ട്, ഈ അധികാരം എൻ്റെ മേൽ വന്നത് ഞാൻ വില കൊടുത്തത് കൊണ്ട്, ഞാൻ ഇങ്ങനെ ആയിത്തീർന്നത് വില കൊടുത്തത് കൊണ്ട്, ഞാൻ ഇങ്ങനെ അധികാരമുള്ളവനാകാതിരിപ്പാ അല്ലെ പലരും ചിന്തിച്ചു. എന്നെ ക്രൂശിൽ തറയ്ക്കാൻ നോക്കി. അല്ലെ ആകാശത്തിന് ഭൂമിക്ക് മധ്യ ഇരു കള്ളർ നടുവിൽ യേശു കിടക്കുന്നു. സ്വന്തം തോളിൽ തന്നെ അല്ലെ തല ചായ്ച്ചുകൊണ്ട് ആത്മാവിനെ തന്റെ ഉടമസ്ഥന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോ, പിതാവിന്റെ കയ്യിൽ തന്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുമ്പോ അരിമത്തിക്കാരനായ യോസേഫിന്റെ കല്ലറയിലേക്ക് ശീലകൾ പൊതിഞ്ഞ ശരീരത്തെ, രക്തമയം നിറഞ്ഞ ശരീരത്തെ അരിമത്തിക്കാരൻ യോസേഫ് ചോദിച്ചു വാങ്ങിക്കൊണ്ട് ആ കല്ലറയിൽ കൊണ്ടുവയ്ക്കുമ്പോ ഒരു കൂട്ടം പേർ പുറകിൽ നിന്ന് ചിന്തിച്ചു, അയ്യോ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ വിട്ടുപോയി, ഞങ്ങൾ ഒറ്റയ്ക്കായല്ലോ, ഞങ്ങൾ തനിച്ചായല്ലോ, ഞങ്ങൾക്കിനി ആരുമില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോ ഒരു കൂട്ടം പേർ ആഘോഷിച്ചു. ഇതോടെ തീർന്നു,
ഇതോടെ തീർന്നു. മൂന്നാം ദിവസം പ്രഭാതത്തിൽ ഹല്ലേലൂയ മദ്ദലക്കാരത്തി പറയൂ തന്നോടൊപ്പമുള്ള ശിഷ്യന്മാരൊക്കെ യേശുവിന്റെ കല്ലറയിൽ തന്നെ ശുശ്രൂഷകൾ ചെയ്യുക, മാനുഷികമായ രീതിയിലുള്ള കടപ്പാടുകൾ ചെയ്യാൻ വരുമ്പോ യേശു അവിടെ ഇല്ല. ഇന്ന് രാത്രി ഞാൻ പറയാ ഹല്ലേലൂയ, യേശു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി നിന്റെ കയ്യിലിരിക്കുന്ന ഒരു വിളക്ക് കൊണ്ടോ, നിന്റെ കയ്യിലിരിക്കുന്ന ഒരു മെഴുകുതിരിയുണ്ടോ, നിന്റെ കയ്യിലിരിക്കുന്ന ഒരു പൂമാല കൊണ്ടോ ഇന്ന് രാത്രി എന്റെ ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി അവരിൽ നിന്ന് ആവശ്യമില്ല. ലോകത്തിന്റെ വെളിച്ചമായവൻ, ലോകത്തിന്റെ പ്രഭയായവൻ, ലോകത്തിന്റെ തേജസ്സായവൻ, തേജസ്സിന്റെ മുദ്രയായവൻ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. സകലത്തിന്റെ ഉടമസ്ഥനായ ദൈവം, അക്ഷയനായ ദൈവത്തെ ഒന്നുകൊണ്ടും നമുക്ക് ഒതുക്കാൻ കഴിയത്തില്ല. അവിടെ നമ്മുടെ മാനുഷ്യമായ ഒരു പൂജ കർമ്മ ഒന്നും നമുക്ക് കർത്താവിന് ആവശ്യമില്ല. കർത്താവിനെ ഒരിടത്തിരുത്തിയാൽ അവിടെ ഇരിക്കത്തുമില്ല. ഇന്ന് രാത്രി എന്റെ ദൈവം ചലിച്ചുകൊണ്ട് നിൽക്കുന്നു. ഹല്ലേലൂയ. ഈ ചെവിടങ്കോട് പട്ടണത്തിനകത്തോ എന്റെ ദൈവം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷരാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ചെയ്ത് പിന്മാറ്റത്തിലേക്ക് പോയ പത്രോസിനെ പോലും മടക്കിക്കൊള്ളുന്നു ഉറപ്പിച്ച് ആടുകളെ മേയ്ക്ക് വലിയ ദൗത്യം കൊടുത്ത് വലിയ നിയോഗത്തോടെ കർത്താവ് കടന്നു പോകുമ്പോൾ ഒരു നിയോഗം കൈമാറി. ഇന്ന് രാത്രി ആ നിയോഗമാണ് ഈ സുവിശേഷ യോഗം. വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം പറയാമോ? ആ നിയോഗമാണ് ഹല്ലേലൂയ സ്തോത്രം സുവിശേഷ യോഗ പരമ്പര എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നാളെ ഇവിടെ യോഗമില്ല. ഇന്ന് രാത്രി എന്റെ പ്രസംഗ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുമ്പോൾ മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല. എല്ലാ നാമത്തിനും മേലായ നാമം അത് യേശുവിന്റെ നാമമാണ്. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകൾ ദൈവം അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവത്തിന് മഹത്വം കൊടുക്കാം. എല്ലാ ദൈവമക്കളെ സ്തോത്രം പറയാം. ഒരു നിമിഷം എല്ലാവർക്കും നിൽക്കാമോ? യേശുവിന്റെ നാമത്തിൽ അല്പമാവുന്ന ചില ചിരുവയ ചിന്തകൾ നമ്മൾ കേട്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശുവിന്റെ സ്നേഹം, അവസാന രക്തം വരെയും നമുക്ക് വേണ്ടി, മാനവകുലത്തിന് വേണ്ടി ചിന്തി തന്ന യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് രാത്രി ഇതിനകത്തൊരു ശുദ്ധീകരണം ഉണ്ടാകട്ടെ. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണപരമായി സംസാരിക്കുന്ന പുണ്യാഗ രക്തം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം പറയാം. എല്ലാ ദൈവമക്കൾ സ്തോത്രം പറയാം. അല്പസമയം രണ്ട് കരങ്ങളൊന്ന് ചേർത്തടിച്ച് ദൈവത്തിന് സ്തോത്രം പറയാം. ഇന്ന് രാത്രി പാമ്പിനെയും പേടിനെയോ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം വന്ന് യേശുവിനെ സാധിച്ചു ഇതിനകത്ത് ഇറങ്ങുന്നുണ്ട്. ഇന്ന് രാത്രി ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ അധികാരമുള്ളവരായി നിൽക്കുന്നത്.